ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എഴുന്നേൽക്കണ്ട, നമുക്ക് ചെറിയൊരു വചനഭാഗം വായിച്ച് നമ്മുടെ ചിന്തകളിലേക്ക് കടക്കാം. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികമായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗണിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. ഈ വരുന്ന നിമിഷങ്ങളെ പരിശുദ്ധ പരമദിവികാരന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മനാ പരിശുദ്ധ കുർബാന സ്വീകരിച്ചും ആരാധിച്ച് നമുക്ക് ഏറ്റു പറയാം. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരുക്കമായി അതിന് നേതൃത്വം കൊടുക്കാൻ ദൈവപരിപാലനയിൽ തമ്പുരാൻ നിയോഗിച്ചിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ സമ്മേളനമാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിലും നിങ്ങളോടൊത്ത് വചനത്തെ പഠിക്കുവാനും ധ്യാനിക്കുവാനും അവസരം ലഭിക്കുന്നതും. ഞാൻ വലിയ മുഖപുര കൂടാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ചെറിയ സമയമാണ് നമ്മുടെ പക്കലുള്ളത്. ഒരു കാലത്ത് ഒരുപക്ഷെ ആത്മീയതയും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒക്കെ തളർച്ചയിലേക്ക് പോകുന്നൊരു കാലത്ത് ദൈവപരിപാലന കൊണ്ടുവന്ന ഒരു നല്ല മൂവ്മെൻറ്റാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. ഒത്തിരി പേരെ ആത്മീയമായിട്ട് ഉണർത്താൻ, ഒത്തിരി കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ, സമൂഹങ്ങൾക്ക് ജീവൻ പകരാൻ ഈ മൂവ്മെൻറ്റിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില അവസരങ്ങളൊക്കെ ചില വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനം വൈകാരികതയാണ്, ആഴങ്ങളില്ല എന്ന് പറയുന്നത്. എപ്പോഴും ആ വിമർശനം ശരിയാണോ എന്ന് ചോദിച്ചാൽ ചുരുക്കം ചില ആളുകളിൽ അങ്ങനെ വൈകാരികത ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു ഉണർവുണ്ട്, പിന്നെ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. നിലനിൽക്കുന്ന സ്ഥായിയായ ഒരാത്മീയതയെ പകരുന്നതിൽ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്നു എന്നുള്ള ഒരു പരാതി ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, വചനം പങ്കുവയ്ക്കുന്നവരാണ്, മറ്റാളുകളെ സ്വാധീനിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്ഥായിയായ നിലനിൽക്കുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് മറ്റാളുകളെ കൂടി ഈ വലയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ടാവും. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത ശൈലി എന്തായിരിക്കണം, അതാണ് ലളിതമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് ലേഖനമാണ്. മനോഹരമായൊരു ലേഖനമാണ് റോമാക്കാർക്കുള്ള ലേഖനം. 11 അധ്യായങ്ങളിലെ വലിയ താത്വികമായിട്ട് വിശകലനമാണ്. 12-ാമത്തെ അധ്യായം മുതൽ ഈ വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ശ്ലീഹ പഠിപ്പിക്കുവാണ്. മനോഹരമായിട്ടുള്ള അവതരണമാണ്. 8-ാമത്തെ അധ്യായം സവിശേഷമാംവിധം ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അവിടെ നമ്മൾ 8-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങളാണ്. ജഡികരായിട്ട് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും. ആത്മാവിനാൽ ജീവിക്കുന്നവൻ നിത്യജീവിതത്തിന് ഉടമയാകും. ഇനി പറയുകയാണ് 14-ാം വാക്യം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
തൊട്ട് ചേർന്ന് പറയുകയാണ്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് ദൈവത്തെ ആബ, പിതാവ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. സ്ഥിരമായ, സ്ഥായിയായ, നിലനിൽക്കുന്ന ഒരു ആധ്യാത്മികത, അത് പിതൃപുത്ര ബന്ധത്തിൻ്റെ ആത്മീയതയാണ്. സ്ഥിരമായ നിലനിൽക്കുന്നൊരു ബന്ധം, അതൊരു വൈകാരികതയുടെ പേരിലല്ല, താൽക്കാലികമായിട്ടല്ല, മറിച്ച് നിലനിൽക്കുന്നൊരു ബന്ധം. മുറിച്ചു മാറ്റിയാലും മാറ്റാത്ത ബന്ധമാണ് പിതൃപുത്ര ബന്ധം. ആ പിതൃപുത്ര ബന്ധത്തിൽ മക്കൾക്കെടുത്ത ആത്മീയത അതെങ്ങനെ സ്വന്തമാക്കാം? ഒരു തോന്നലുകളല്ല, വൈകാരികതകളല്ല, മറിച്ച് അതിനൊക്കെ അപ്പുറം സ്വീകരിച്ചിരിക്കുന്ന, ജീവിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാവാൻ, നയിക്കപ്പെടുന്നവർക്കുണ്ടാകേണ്ട ജീവിത ശൈലി ഏതൊക്കെയാവണം? മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? അതേക്കുറിച്ചാവും നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, നമ്മുടെ ദൈവപുത്ര പദവി അത് ആകസ്മികമായിട്ട് വന്നു ചേർന്നതല്ല, ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം പറയും, ഈശോ മിശിഹാ വഴി നാം അവിടുത്തെ മക്കളായി ദത്തെടുക്കപ്പെടണമെന്നത് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. ചുരുക്കം ചില ആളുകളെങ്കിലും, അയ്യോ എൻ്റെ എന്തിനാ എൻ്റെ ഈ ജന്മം എന്നൊക്കെ ചോദിച്ച് വേദനിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വരും. ജനിക്കണ്ടായിരുന്നു, ജീവിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ വരും. അവരോട് പറഞ്ഞു കൊടുക്കാവുന്ന വചനമാണ്, ഈശോ മിശിഹാ വഴി നാം അവിടുത്തെ മക്കളായി ദത്തെടുക്കപ്പെടണമെന്നത് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. ബൈബിളിലെ പലയിടങ്ങളിൽ നമ്മൾ കാണുന്ന പദമാണ് മുൻകൂട്ടി എന്നുള്ള പദം. അതിൻ്റെ അർത്ഥവും സൂചന എന്താണ്? ഈ റോമാക്കാർക്ക് ഇത് ലേഖനം തന്നെ 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ പറയും, അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചവരെ തൻ്റെ പുത്രന് അനുരൂപരാക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചു. തീരുമാനിച്ചവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ മഹത്വപ്പെടുത്തി. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെത്തുകയെ മനോഹരമായ കൊച്ചു വാക്കുകളിൽ ശ്ലീഹ അവതരിപ്പിക്കുവാണ്. മുൻകൂട്ടി നിശ്ചയിച്ചവരെ തന്നെ പുത്രൻ അനുരൂപരാക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചവരെ അവൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ മഹത്വപ്പെടുത്തി. ഇനി പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നില്ലേ, പ്രവാചകങ്ങൾ പറയുക, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുൻപേ നിന്നെ ഞാൻ കണ്ടു, അറിഞ്ഞു, വിളിച്ചു, വിശദീകരിച്ചു. ഈ മുൻകൂട്ടി എന്നുള്ളതിനൊരു സൂചനയുണ്ട്. എന്താ അതിൻ്റെ സൂചന? അതിൻ്റെ സൂചന എന്താണെന്ന് ചോദിച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഈ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരുക്കമായിട്ട് ഇന്ന് ഈ വൈകുന്നേരത്തെ ഈ സായം സന്ധ്യയിൽ മനോഹരമായ സമയമാണ്. ഇത്രയും ആളുകൾ ശ്രദ്ധയോടെ ഇരിക്കുന്നതാണ് ഇവിടെ പ്രസംഗിക്കാൻ. റോമീന്ന് മാർപ്പാപ്പായെ കൊണ്ടുവരണമെന്ന് നമ്മുടെ താമര വിളിച്ചൊരു താല്പര്യം അങ്ങ് തോന്നിയായിരുന്നു വിചാരിച്ചു. ആർക്കാ തോന്നാൻ മേലാത്ത? അച്ഛൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കും. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ സ്വഭാവം അനുസരിച്ച് വിളിച്ചാൽ പോരുകയും ചെയ്യും. എത്ര നാൾ മുമ്പേ തീരുമാനിക്കണം? 2 കൊല്ലം മുമ്പെങ്കിലും തീരുമാനിക്കണം. ഇവിടെ എങ്ങനെ അടുക്കാൻ പറ്റുമോ? എന്തോ ഒരു ജനസംഖ്യയായിരിക്കും. ഒയ്യോ, അതെല്ലാം വിഷമം വേണ്ട. നമുക്കിവിടെ അടുത്തുള്ള കർദിനാള് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടണമെന്നൊരാഗ്രഹം 1 കൊല്ലം മുമ്പെങ്കിലും തീരുമാനിക്കണം. കാരണം ഈ സമയത്ത് വേറെ പരിപാടി വരാം. അയ്യോ, അതെല്ലാം വിഷമമാണ്. അതുകൊണ്ട് നമുക്കൊരു ആർച്ച് ബിഷപ്പിനെ വേണം, ഒരു മെത്രാപ്പോലീത്തായെ ഇവിടെ നിന്ന് സംഘടിപ്പിക്കണം. 6 മാസം മുമ്പെങ്കിലും തീരുമാനിക്കണം. അയ്യോ, അതെല്ലാം വലിയ തിരക്കാ, വേണ്ട. ഇവിടെ കൊച്ചുപിതാക്കന്മാരാണെങ്കിൽ വിളിക്കാൻ എളുപ്പമുണ്ട്. അവരെയാണെങ്കിലോ 3 മാസം മുമ്പെങ്കിലും തീരുമാനിക്കണം. മാർപ്പാപ്പ വരണമെങ്കിൽ 2 കൊല്ലം മുമ്പേ തീരുമാനിക്കണം. മേജർ ആർച്ച് ബിഷപ്പിനെ കിട്ടണമെങ്കിൽ 1 കൊല്ലം മുമ്പേ തീരുമാനിക്കണം. ഒരു മെത്രാപ്പോലീത്തായി കിട്ടണമെങ്കിൽ 6 മാസം മുമ്പേ തീരുമാനിക്കണം. എവിടത്തെങ്കിലും കൊച്ചുപിതാവ് മതിയെങ്കിൽ 3 മാസം മുമ്പേ തീരുമാനിക്കണം. ഈ ഡൂക്കിലി കടുപ്പിലിച്ച മതി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ മതി. ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്നൊരു സൂചന എന്നാ? ആളിൻ്റെ പ്രാധാന്യമാണ്. ആളിൻ്റെ നമുക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന വചനമാണ്. നമ്മൾ അവിടുത്തെ മക്കളായി ദത്തെടുക്കപ്പെടണമെന്നത് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു എന്ന് പറയുന്നതിൻ്റെ സൂചന തമ്പുരാന് തിരുമുമ്പിൽ നമ്മൾ ആരും നിസ്സാരരല്ല എന്നുള്ളതാണ്. ചില ആളുകൾ അവരെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിമാരോ സങ്കടമൊക്കെ വരുമ്പോൾ, എന്തിനാ എൻ്റെ ഈ ജന്മം? അങ്ങനെ ചോദ്യം ആരുടെയും മനസ്സിൽ ഉയരാൻ
പാടില്ല. നമ്മുടെ ഈ ജന്മത്തിന്, ഈ ജീവിതത്തിന്, ഇന്ന് ഇവിടെ ഈ സമൂഹത്തിൽ, ഈ കുടുംബത്തിൽ, ഈ കാലത്ത് ജനിക്കുന്നത്, ജീവിക്കുന്നത് കഷ്ടതകളൊക്കെ ഉണ്ടാവാം. തമ്പുരാൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. അത് തീർച്ചയായും എനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകരും. അതാണ് ഒന്നാമതായിട്ട്. ഐ ഹാവ് ടു വർക്ക് മൈസെൽഫ്. എനിക്ക് ഞാൻ തന്നെ വിലയിടുന്നില്ലെങ്കിൽ വേറൊരാൾ വിലയിടുകയില്ല. എൻ്റെ വില തമ്പുരാൻ്റെ സ്വന്തമാണെന്നുള്ള വിലയാണ്. മറ്റതൊക്കെ പോട്ടെ, അതൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയത്തിൻ്റെ ഭാഗമാണെന്നുള്ള ചിന്ത എനിക്ക് ആത്മാഭിമാനം പകരുന്നതാണ്. എനിക്ക് വലിയ ആത്മവിശ്വാസത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് ഈ പുത്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ചുമ്മാ തമ്പുരാൻ ദാനമാണെങ്കിൽ കൂടെ തന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടുകയില്ല. അത് സ്വീകരിക്കണം, ആയി മാറണം. തമ്പുരാൻ ഈ വലിയൊരു അവസരം നമുക്ക് നൽകുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും ഈ പുത്രത്വത്തെ ആസ്വദിക്കണമെന്ന് നിർബന്ധം ഇല്ല. എങ്ങനെയാ എനിക്ക് ഈ പുത്രത്വത്തെ, മക്കൾക്കടുത്ത ഈ ജീവിത അവസ്ഥയെ എനിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നത്? ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 26-ാം തിരുവചനം പറയും, ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കളായി മാറാനുള്ള മാർഗം ഈശോ മിശിഹായിലുള്ള വിശ്വാസമാണ്. അത് മാത്രമേ ഉള്ളൂ. ദൈവമക്കളായി നമ്മൾ മാറിയത് ഈശോ മിശിഹായിലൂടെയാണ്. ദൈവത്തിൻ്റെ പുത്രത്വം നൽകി അവകാശികളാക്കി മാറ്റാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സാധ്യമായത്. ഈശോയിലുള്ള വിശ്വാസത്തിലൂടെ ദൈവമക്കളായിട്ട് മാറാൻ ഈശോ എനിക്ക് ആരാന്ന് ഞാൻ അറിയണം. വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോ എനിക്ക് ആരാ? ഒറ്റ വാക്കിൽ, രക്ഷകനായ ദൈവമാണ്. എനിക്കവൻ രക്ഷകനാണ്. രക്ഷകനായ ഈശോയുടെ രക്ഷയെ സ്വന്തമാക്കാൻ അതിലൂടെയാണ്, അവൻ്റെ വിശ്വാസത്തിലൂടെ ദൈവമക്കളായിട്ട് മാറാൻ കഴിയുന്നത്. എനിക്കെങ്ങനെ സാധ്യമാവുന്നത്? ഇന്ന് ആളുകൾ പൊതുവെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന കാലമാണിത്. എവിടെ ചെന്നാലും ഭൗതികമായിട്ടും എൻ്റെ ഒന്ന് രക്ഷപ്പെടണം, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം, കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേട്ടു. ആ രക്ഷയൊക്കെ താൽക്കാലികമാണ്. നിലനിൽക്കുന്ന രക്ഷയെ പ്രദാനം ചെയ്യുന്ന രക്ഷകനായ ഈശോയുടെ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ മനോഹരമായൊരു വിവരണമുണ്ട്. ഒരു ചേട്ടൻ, അങ്ങേരുടെ പേര് സക്കേവൂസ് എന്നായിരുന്നു. വലിയ കേമനായിരുന്നു. അങ്ങേരുടെ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു. ഏറെ ധനികനായിരുന്നു. അങ്ങേർക്ക് തമ്പുരാൻ്റെ രക്ഷ കിട്ടിയെന്ന് മാത്രമല്ല, വീട്ടിലോട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു അനുഭവം സുവിശേഷം വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും സൂചന കിട്ടുന്നുണ്ട് അങ്ങനെ ഉള്ളിൽ സമാധാനത്തിന് വലിയ കുറവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ആരാണ് ഇവനെന്ന് കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. സമ്പത്ത് ഏറുന്തോറും അങ്ങയുടെ അസ്വസ്ഥതയൊക്കെ കൂടി വന്നു. സമൂഹം അങ്ങേരെ കണ്ടിരുന്നത് ഏത് വിഭാഗത്തിലാണെന്ന് ഈശോയുടെ നാവിൽ നിന്ന് തന്നെ പ്രകടമാണ്. അവിടുന്ന് ഒരിക്കൽ യഹൂദന്മാരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും മ്ലേച്ഛമായ തെറ്റിലകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്താണ് ഇവരെ കൂട്ടിയിരുന്നത്. പക്ഷെ അങ്ങേർക്കിത് പ്രശ്നമില്ല. അങ്ങേർക്ക് നാണം കെട്ടും മണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം നീക്കിക്കൊള്ളും. പിന്നെയും കാശുണ്ടാക്കും. കാശ് ഏറും തോറും ഇദ്ദേഹത്തിൻ്റെ സമാധാനം ക്ഷയിച്ചു വന്നു. ആരോടെങ്കിലും പങ്കുവെച്ച് കാണും, ആശാനെ ഉറങ്ങിയിട്ട് കുറേ നാളായി, ഈ കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു, പ്രവാചകനായ യേശു ഇതിലുണ്ട്, അവനെ ഒന്ന് കണ്ടാൽ മതി, കണ്ണിന് ഉത്സവാ, അവൻ്റെ ഒരു വാക്ക് കേട്ടാൽ മതി, അതിന് കുളിർമയാ, അവൻ്റെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, സമാധാനമാ. ഇത് കേട്ടപ്പം ഇവനാരെന്ന് കാണാൻ സക്കൈ അതിയായിട്ട് ആഗ്രഹിച്ചു എന്നെടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം വലിയ ആരും ഒച്ചപ്പാടും ബഹളമൊക്കെ, ആളുകൾ ഓടുന്നു, പൊടിപടലങ്ങൾ ഉയരുന്നത് എന്നാന്ന് അന്വേഷിച്ചപ്പം യേശുവേ എന്ന് വിളിക്കുന്ന കേൾക്കാം. അങ്ങോട്ട് ആളുകൾ ഓടിക്കൂടുക, അന്ധരും മുടന്തരും കുഷ്ഠരോഗികളുമായിട്ട് ആളുകളൊക്കെ. ഇതിനിടയ്ക്ക് ചേടത്തിമാർ കൊച്ചുങ്ങളുടെ തലയെ കൈവെപ്പിക്കാനാന്ന് പറഞ്ഞ് ഓടി കൊച്ചുങ്ങളെയും കൊണ്ടുപോകുന്നു. പൊടിപടലങ്ങൾ ഉയരുന്നു, ആരവം കേൾക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമായി, ഇത് തന്നെ പറ്റിയ അവസരമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി ദൂരോട്ട് നോക്കിയപ്പം വലിയ ആൾക്കൂട്ടം വരുന്നുണ്ട്. ഈ ആൾക്കൂട്ടം അടുത്തടുത്തടുത്ത് വന്നപ്പം സക്കേവൂസിൻ്റെ മുഖം മങ്ങി. കാരണം സക്കേവൂസ് എന്നെ പോലെ ഒരു മുണ്ടനായിരുന്നു. ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം ഭയങ്കര ഉയരമുള്ളവരായിരുന്നു. ഈ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റിയാൽ ഞങ്ങൾക്ക് മനസ്സിലായി എന്നെ ഇതിൻ്റെ വഴിയെന്ന് ഓർത്തു. ആദ്യം ഓർത്ത് കാണും, ഒരു സ്റ്റൂൾ എടുത്ത് കടയുടെ പുറത്തോട്ട് ഇട്ട് അതിൻ്റെ മണ്ടേ കയറി നിന്നാൽ ചൊവ്വയെ കാണാമല്ലോ എന്ന്. പക്ഷേ സക്കേവൂസിനറിയാം, ഈ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇടയിൽ ഇങ്ങനെ കണ്ണെടുത്ത് കാണാൻ മേലാത്ത ആൾക്കാരുണ്ട്.
നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. പഴയ വൈരാഗ്യം പൊങ്ങി വരുന്ന ആൾക്കൂട്ടം കൂടുമ്പോഴാണ്. പണ്ട് പള്ളിയിലൊക്കെ ഈ പെരുന്നാളിന് കുത്തുണ്ടാകുമായിരുന്നല്ലോ. എന്നതിനാ കുത്തി? കഴിഞ്ഞ ആണ്ടത്തെ പെരുന്നാളിനൊരു ചീത്ത പറഞ്ഞേനാ ഈ ആണ്ടി കുത്തിയത്. ഈ പഴയ വൈരാഗ്യം പൊങ്ങി ഒരു ആൾക്കൂട്ടം കൂടുമ്പം. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും പോകുമ്പോൾ സക്കേവൂസിൻ്റെ ചൂടിട്ട് തട്ടി വെച്ച് കൊടുത്ത് ഇട്ടപ്പത്തൊന്ന് താഴെ പോകും, രംഗം വഷളാവും. അത് വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ എന്നാ വഴി? അപ്പോൾ അറിയാം, ഈ പോകുന്ന വഴിക്ക് ഒരു അത്തിമരം, സിക്കുമൂർ മരമുണ്ട്. അതേ കയറി ഇരിക്കാമെങ്കിൽ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് സിനിമ കാണുന്നവരിക്ക് കാണുകയും ചെയ്യുക, എന്നെ ആരും കാണുകയില്ല. അങ്ങനെ ഓടി ഒരു പ്രകാരത്തിൽ നെഞ്ചൊരച്ച് ഈ മരത്തെ കയറി. നല്ല പുഷ്ടിയുള്ള ഇലയുള്ള മരമാണ്. അതിൻ്റെ ഒരു കവടക്കിലോട്ട് കയറി ആനപ്പുറത്തിരിക്കുന്ന 2 ബസ്സറും കാലും ഒക്കെ ഇട്ട് സമാധാനമായിട്ട് വേറൊരു കമ്പയെ പിടിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഈശോ ആണെങ്കിൽ ദൂരെ നിന്ന് കരയുന്നവരുടെ കണ്ണുനീരൊപ്പി കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് പതുക്കെ 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 വരുവാ. അടുത്തടുത്തടുത്തോട്ട് വരുന്തോറും സക്കേവൂസിൻ്റെ ഉള്ളിൽ പെട്ടപ്പെട്ടാന്ന് പിടയ്ക്കാൻ തുടങ്ങി. വന്ന് ഈ മരച്ചോട്ടി വന്നപ്പം ഈശോ അവിടെ നിന്നു. ഓടേ തമ്പുരാനെ, ഇത് ഞാൻ വൈകുന്നവരെ ഇതിൻ്റെ ചോട്ടിലെങ്ങാനും തണൽ കണ്ടുകൊണ്ടിരുന്നേക്കാൻ തീരുമാനിച്ചു പോയാ. ഒന്നാമത് മരം കയറ്റം വശമില്ലാത്ത പ്രകാരത്തിലാണ് കയറിയത്. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റുകയെന്ന് മാത്രമല്ല, കയ്യേ കൂടി കാലേ കൂടി ഒക്കെ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി നീറും കടിച്ചു. ഇറങ്ങാൻ പറ്റുകയെന്ന് ഓർത്തിരിക്കുമ്പോൾ ഈശോ സാവധാനം കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി സക്കേവൂസ് താഴേക്ക് നോക്കി. ഇവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. ഈശോ നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം മുകളിലോട്ട് നോക്കി. ആൾക്കാർ പൂന്ന് കൂവി കാണും. റിച്ചിയോത്തി എന്ന് പറഞ്ഞ ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ദ ഹിസ്റ്റോറിക്കൽ ജീസസ്, ചരിത്ര പുരുഷനായ ക്രിസ്തു. വലിയ തടിയും പുസ്തകമുണ്ട്, 1600 പേജുള്ള. പാലക്കാരൻ അച്ഛനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ട്രാൻസ്ലേഷനുണ്ട്, ചരിത്ര പുരുഷനായ ക്രിസ്തു. അതിനകത്ത് ഈ ഗ്രന്ഥകാരൻ ഈ രംഗം വിശദീകരിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നത്, മിക്കവാറും ആൾക്കാർ പറഞ്ഞു കാണും, പ്രഭോ നമുക്ക് പിന്നെ എറിഞ്ഞ് താഴെ ചാടിക്കാം, അല്ലേ പറഞ്ഞു കാണാം ഞങ്ങൾ കരിയിലേയും കമ്പൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് തീയിട്ട് പിന്നെ പുകച്ചിറക്കാം. ഇതിനൊന്നും ഈശോ ചെവി കൊടുത്തില്ല. ഇത് തമ്മിൽ നോക്കി നിൽക്കുവാണ്. ഈശോയ്ക്കും ചിരിയൊക്കെ വന്ന് കാണും. സക്കേവൂസേ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങി വന്നു എന്ന് സുവിശേഷം എഴുതിയിരിക്കുക. തിടുക്കത്തിൽ ഇറങ്ങി വന്നു എന്ന്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ, എനിക്കിത് വിശ്വസിക്കാൻ വിഷമമാണ്. 2 സാധ്യതയാണ്. ആരെ കാണാൻ വേണ്ടിയാണ് നെഞ്ചൊരച്ച് ഈ മണ്ടയിൽ കയറിയത് അവനെ വിളിക്കുന്നേ? ഒന്നുകിൽ പൊത്തോന്ന് താഴോട്ട് ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മലബാറുകാരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. നമ്മുടെ നാട്ടിലും പണ്ട് ഈ പാക്ക് മേടിക്കുന്ന ചേട്ടന്മാർ വരികയല്ലേ, പാക്ക് അടയ്ക്കാം. ഈ കച്ചവടക്കാരൻ ചേട്ടൻ തന്നെ കയറി പറിച്ചോളും. ഈ ചേട്ടൻ അങ്ങോട്ട് കയറി പോകുന്ന കണ്ടിട്ടുണ്ടോ? ഈ കാലെ ത്ലായിപ്പിളും കൊണ്ട് വള്ളിയിട്ട് കെട്ടിയിട്ട് 8 ചാട്ടത്തിന് കൊന്ന കമുകിൻ്റെ മണ്ടയിൽ ചെല്ലും. കണ്ടിട്ടുണ്ടോ അത്? പാക്ക് പറിച്ചേച്ച് ഈ ചേട്ടൻ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? പിന്നൊരൊച്ച കേൾക്കാം, ഊർന്ന് താഴെ വരും. ഒന്നെങ്കിൽ പൊത്തോന്ന് താഴോട്ട് ചാടിയിട്ടുണ്ട്, അല്ലെ പാക്ക് പറിക്കുന്ന ചേട്ടനെ പോലെ പിന്നൂർന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. വാ പൊളിച്ച് കണ്ണു മിഴിച്ച് ഈശോയുടെ മുമ്പിൽ നിൽക്കുവാ. ഈശോ സക്കേവൂസിനെ തോളെ തട്ടി, വാ ഞാൻ എൻ്റെ വീട്ടിൽ പോരുക. അയ്യോ, ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചോ, വീട്ടിൽ പോരുവാ. എല്ലാം മറന്ന് ഈശോയുടെ കൈ പിടിച്ച് നടക്കുന്ന സക്കേവൂസ് ഓർത്ത് നോക്കിക്കേ. അങ്ങനെ പോകുമ്പം വലിയൊരു ജനാവലി പുറകെ ഉണ്ട്. എന്നാ സംഭവിക്കും നോക്കാൻ. അവരടക്കം പറഞ്ഞു, അയ്യേ ഇവൻ പ്രവാചകനാണേലേ, ഈ വൃത്തികെട്ടവൻ ആരാന്നറിയില്ലാഞ്ഞു, കൊടും പാപിയാ, അവൻ്റെ കയ്യിലാണോ പിടിച്ചിരിക്കുന്നത്. ഈ വർത്തമാനം ഈശോയും കേട്ടു, സക്കേവൂസും കേട്ടു. അവർ മൈൻഡ് ചെയ്തില്ല. നടന്ന് സക്കേവൂസിൻ്റെ വീട്ടിലെത്തി. മുറ്റത്ത് കയറി പോർച്ചിലോട്ട് കാല് വെക്കാൻ തുടങ്ങിയപ്പം സക്കേവൂസ് ഈശോയുടെ വട്ടം കയറി പിടിച്ചു. യേശുവെ കയറരുത്, നീ കയറാൻ പറ്റിയ വീടല്ല. അന്യായമായിട്ട് വഞ്ചിച്ചെടുത്ത് ഒത്തിരിയേറെ സ്വത്തുക്കളുടെ കുവിഞ്ഞു കൂടിയിട്ടുണ്ട്. ഞാൻ ശുദ്ധീകരണം വരുത്താം. ഇതിൻ്റെ നേർ പകുതി ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തേക്കാം. മറ്റേ പകുതി ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തേക്കാം. അങ്ങനത്തെ പകുതി 2 കഴിഞ്ഞപ്പോൾ പുള്ളി വട്ടപ്പൂജ്യമായി. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞേ? സക്കേവൂസേ വിട്ടുക്കാ, നീ രക്ഷപ്പെട്ടതാണ് പറഞ്ഞേ. ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. സക്കേവൂസ് ഒറ്റ ഒരാള്, കുടുംബനാഥൻ, ഈശോയെ മുഖാമുഖം കണ്ടപ്പം അവൻ്റെ കുടുംബം മുഴുവൻ, ജീവിത പങ്കാളി, മാതാപിതാക്കള്, മക്കള്, മരുമക്കള്, ജോലിക്കാര്, വേലക്കാര് മുഴുവൻ രക്ഷയിലേക്ക് കടക്കുന്ന അത്ഭുതം. രക്ഷയൊരു ദാനമാണ്. എനിക്ക് ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ ഒരാൾക്ക് ഈശോയെ യഥാർത്ഥമായിട്ട് മുഖാമുഖം കാണാൻ കഴിഞ്ഞാൽ ഇതേ വചനം പേര് കുടുംബങ്ങളിലേക്ക് പോകാം. നീയല്ല, നിന്റെ ഭവനം. ഇന്ന് ഭവനങ്ങളിലേക്ക് ഈ രക്ഷയെ സംഭവിക്കേണ്ടത് അത്യാസന്നത അനുഭവപ്പെടുന്നൊരു കാലമാണ്. ഇന്നത്തെ പത്രത്തിലുള്ളൊരു വാർത്തയാണ്. ഒരു മകൻ അമ്മയെ കൊന്നു എന്ന് മാത്രമല്ല, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചുട്ടു കൊന്നു. കാല് മാത്രമേ അവശേഷിച്ചുള്ളൂ. നമുക്കിഷ്ടമില്ലാത്ത കേട്ടാൽ അറയ്ക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും അല്ലേ?
മാതാപിതാക്കൾ മക്കളെ കൊന്നു, മക്കൾ മാതാപിതാക്കളെ കൊന്നു എന്ന് കേട്ടാൽ അറയ്ക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത വാർത്തകൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം ഈ സ്ഥായിയായ രക്ഷയെ കുടുംബങ്ങളിലേക്ക് സമൂഹിക്കേണ്ടതിൻ്റെ അത്യാസന്നത അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ്. ഇനി അവർ നടന്ന് വീട്ടിലെത്തി. കർത്താവിൻ്റെ രക്ഷയാവോളം അനുഭവിച്ച സക്കേവൂസിൻ്റെ കുടുംബം. നമ്മൾ ഈ കേട്ട വിവരണത്തിൽ സക്കേവൂസ് 4 പടികളിലൂടെ കടന്നുപോയി രക്ഷാനുഭവത്തിന്. ഒന്ന്, ഇവൻ ആരെന്ന് കാണാൻ സക്കൈ അതിയായി ആഗ്രഹിച്ചു. ആ തുടക്കം ആത്മീയ വളർച്ചയുടെ ആരംഭം ആഗ്രഹമാണ്. നമ്മുടെ തിമ്പതാവായ തോമസ് ലീഗ ഒരു നിർബന്ധം പിടിച്ചു. എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. ആ നിർബന്ധത്തിന് മുമ്പിൽ, നിർബന്ധിക്കുന്ന കുഞ്ഞിന് മുമ്പിൽ വഴങ്ങുന്ന അപ്പനെ പോലെ വഴങ്ങിക്കൊടുത്തില്ലേ തമ്പുരാൻ? അവന് വേണ്ടി വഴങ്ങിക്കൊടുത്തു. ഞാൻ പള്ളി കുർബാന ചെല്ലുമ്പം കാണുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പള്ളി വരുന്ന കാരണന്മാരുണ്ട്. തീരെ പീക്കിരിയാണ്. ഒരു വയസ്സ് താഴെയാണ് ഈ കൊച്ചു അമ്മയുടെ കയ്യിലാണ്. ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുക്കണമല്ലോ. ഒരു വയസ്സ് കഴിയുമ്പോൾ ഒരു കനം വെക്കും, അപ്പൻ്റെ കയ്യിലായിരിക്കുന്നത്. നല്ല ശേല കാണാൻ. ഒരു മാലാക കുഞ്ഞ് പോലെ കയ്യൊക്കെ കൂട്ടിപ്പിടിച്ച് അപ്പൻ്റെ എളിയിൽ വലിയ ഭക്തിയോടെ ആശാനിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം കൊച്ചിൽ ഇറങ്ങണം. കൊച്ചി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ബഹളം വെക്കും. എന്നിട്ട് അപ്പം പറയും ഈശോ മര്യാദയ്ക്കിരിക്കും. ഈശോയെ പേടിയാണ്. ഈ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇളകും. അച്ഛൻ ഈശോയെക്കാളും പേടി അച്ഛനെയാണ്. പിന്നെ മര്യാദയ്ക്കിരിക്കും. അപ്പം നമുക്കിത് കാണുമ്പോൾ സന്തോഷം. ഇറക്കി വിട്ടാൽ മൊത്തം കയറി മേയും. അതുകൊണ്ടാണ് പിടിച്ചു വെച്ചിരിക്കുക അപ്പൻ. സന്തോഷം. ആ അപ്പൻ പിടിച്ചല്ലോ എന്ന് ഓർത്തിരിക്കുക. നമ്മൾ അങ്ങോട്ടും പോയി സുവിശേഷ പുസ്തകം എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നോക്കുമ്പം അപ്പനും മകനും കൂടെ മോണ്ടലത്തിൽ ക്രിക്കറ്റ് കളിക്കുക. എന്നാ ബലം പിടിച്ചാലും കൊച്ചു നിർബന്ധിക്കുമ്പോൾ തന്നെ അപ്പൻ. ഞാൻ കണ്ടിട്ട് ഈ മൊബൈൽ എടുക്കാനായിട്ട് ബസ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൊച്ചുങ്ങൾ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ അപ്പനെങ്കിൽ പിടിക്കും. ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ കൊച്ചതേ കളിച്ചുകൊണ്ടിരിക്കുക. എത്ര നിർബന്ധം പിടിച്ചാലും നിർബന്ധിക്കുന്ന കുഞ്ഞിന് മുമ്പിൽ അപ്പൻ വഴങ്ങും. ഇത് ദൈവത്തിൻ്റെ ഭാവമാണ്. നിർബന്ധിക്കുന്ന മക്കൾക്ക് മുമ്പിൽ വഴങ്ങുന്നവനാ ദൈവം. നല്ല ഉദാഹരണം തോമസ് ലീഗയുടെ ഉദാഹരണമാണ്. നിർബന്ധം പിടിച്ചു, എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം. തമ്പുരാൻ തോമായ്ക്ക് വേണ്ടി മാത്രം എന്നവണ്ണം പ്രത്യക്ഷപ്പെട്ടു. വിളിച്ചു, തോമയെ കണ്ടോ, തൊട്ടതായിട്ട് ഒരിടത്തും പറഞ്ഞു. ഈ പടം വരച്ചവരെ തുടിപ്പിച്ചുള്ളൂ. തോമ അറിയാതെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ലോകം കേട്ട ഏറ്റവും ശക്തമായ വിശ്വാസ പ്രഘോഷണമാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? തോമ യഹൂദനാണ്. യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിയമം, എൻ്റെ കർത്താവായ ദൈവം ഞാനല്ലാതെ വേറെ ദൈവം, ഏകദൈവ വിശ്വാസം കർശനമാണ്. അത് തോമ പറഞ്ഞത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ വിളിക്കുകയും ആരാധിക്കുകയും അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഏകദൈവം മുറിവേറ്റവനായ നീയാന്ന്, മനുഷ്യനായിട്ട് അവതരിച്ച നീയാന്ന് പറയുവാണ്. അതതിൻ്റെ ആഴം. ഇപ്പോഴത്തെ മാർപ്പാപ്പായുടെ ഇഷ്ടമുള്ളൊരു ചൊല്ലാണ്, either you have to touch him or you have to let him to touch you. ഒന്നുകിൽ നിനക്ക് അവനെ തൊടാൻ കഴിയണം, അല്ലെ നിന്നെ തൊടാൻ അവനെ അനുവദിക്കണം. ഏതെങ്കിലും നടന്നാൽ മതി. സുവിശേഷങ്ങളിലെ ട്വിൻ മിറക്കിൾസ്, ഇരട്ട അത്ഭുതങ്ങൾ എന്നറിയപ്പെടുന്ന അത്ഭുതങ്ങളുണ്ട്. ഇരട്ട എന്നുള്ള നമുക്ക് പൊതുവേ സന്തോഷമാണല്ലോ, അല്ലേ? ട്വിൻ മിറക്കിൾസ് ഉണ്ട്. ഇരട്ട പിള്ളേരെ കാണാൻ നല്ല ശേലാണ്. ചില ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ട്, ഒരുപോലെ ഇരിക്കുന്ന പിള്ളേരില്ലേ, കാണാൻ നല്ല ശേലാണ്. ഒരു വഴിയാ കൂടെ ഒരിക്കൽ 2 ആൺപിള്ളേർ ഒരുപോലത്തെ ഷർട്ട് നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ചേട്ടനെ കണ്ടപ്പോൾ സന്തോഷമായി. ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ഇരട്ട പെറ്റതാണോ എന്ന് ചോദിച്ചു. അല്ല, അമ്മ പെറ്റതാണെന്ന് പറഞ്ഞു. അത് അത്ഭുതങ്ങൾ, ഇരട്ടി അത്ഭുതമുണ്ട്. ഒരത്ഭുതത്തിന് പോകുന്ന വഴിക്ക് വേറെ അത്ഭുതം സംഭവിക്കുന്നത് ഏതാ? സമാന്തര സുവിശേഷങ്ങൾ 3 ചെറിയ ചില വാക്യ വ്യത്യാസം വിവരിക്കുന്നതാണ്. ഒരു സുവിശേഷം പറയും ഒരു ഭരണാധികാരി, രണ്ടാമത്തെ സുവിശേഷം പറയും ഒരു സിനഗോഗ് അധികാരി, മൂന്നാമത്തെ സുവിശേഷം പറയും ജായിറോസ് എന്ന് പേരുള്ള ഒരു സിനഗോഗ് അധികാരി. ഒരു സുവിശേഷം പറയുന്നത് കൊച്ചുമകളാണ്, വേറെ സുവിശേഷം മകളാണ്. മകളാകട്ടെ കൊച്ചുമകളാകട്ടെ, ഒരു കൊച്ച് ഗൗരവമായ രോഗത്തിൽപ്പെട്ടു. ഏറെ ചികിത്സയൊക്കെ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. രോഗം മൂർച്ഛിച്ചു വന്നു. ആരോ പറഞ്ഞു, ജായിറോസേ, ഇനി ചികിത്സ കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. യേശു എന്ന പ്രവാചകനുണ്ട്, അവൻ തൊട്ടാ കുഞ്ഞ് സുഖം പ്രാപിക്കും. അയാൾ ഓടി തേടി ഈശോയെ കണ്ടുപിടിച്ചു. കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ കൊച്ചിനെ ഒന്ന് തൊടണം. ഈശോയ്ക്ക് മനസ്സിൽ തോന്നി വേഗം യാത്രയാവുക. ഈശോ എങ്ങോട്ടേലും പോയ വലിയ ആൾക്കൂട്ടം കൂടും, വലിയൊരു ജനാവലി പുറകെ. അപ്പോൾ ഈശോ ഞെട്ടിത്തിരിഞ്ഞ് ചോദിക്കുന്ന ചോദ്യം, ആരാ എൻ്റെ കുപ്പായത്തെ തൊട്ടെ? ഇപ്പോൾ ഒത്തിരി പെരുന്നാൾ നടക്കുന്ന സമയമാണ്, തിരുനാളുകൾ. ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം അമ്പെഴുന്നള്ളിപ്പുണ്ട്.
അമ്പുമായിട്ട് പോകുമ്പം വികാരിച്ചൻ ഭക്തിയോടെ പോകുന്നത്, ഡാ ആരാ എൻ്റെ കുപ്പായത്തെ തൊട്ടെന്ന് ചോദിച്ചാൽ കുന്തിരിക്കുമായിട്ടെന്ന് കൊച്ചു പിള്ളേർ പോലും ചോദിക്കും, അച്ഛാ തിരുനാൾ അന്ന് കണ്ടില്ല, ഈ ആൾക്കൂട്ടം കണ്ടില്ല, തൊട്ടു ഞാൻ ഉരുക്കി പോയ മിണ്ടായിരിക്കേ എന്ന് പറയും. ശിഷ്യന്മാർ ഏതാണ്ട് ഇതേ ഡയലോഗാണ് പറഞ്ഞത്, ഈ ആൾക്കൂട്ടം നീ കണ്ടില്ലേ, ഒന്ന് തൊട്ടു, അതിനിപ്പോൾ എന്നാ? ഈശോ അല്ലല്ലല്ല, ആരോ എന്നെ മനഃപൂർവ്വം സ്പർശിച്ചു. ഒരു പാവം സ്ത്രീ 12 വർഷമായിട്ട് അവർ ചികിത്സയിലാണ്, ഹെമറേജാണ്, രക്തസ്രാവം, കയ്യിലുള്ള പണമെല്ലാം ചിലവാക്കിയിട്ടൊരു വിശേഷം ഉണ്ടായില്ല. അവരുടെ മനസ്സ് പറഞ്ഞു, ഈ പ്രവാചകൻ്റെ വസ്ത്രത്തിൻ്റെ ബ്രിമ്മേൽ വിളുമ്പെ തൊട്ട സുഖപ്പെടും. ആ പാവം പിന്നിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൽ വിളുമ്പെ തൊട്ടു. തൊട്ട നിമിഷത്തിൽ സൗഖ്യമുള്ളവളായി. തൊട്ട നിമിഷത്തിൽ സൗഖ്യമുള്ളവളായി. എന്തുകൊണ്ടാണ് പിന്നിലൂടെ വരാൻ കാരണം? ഈ പാവത്തിന് മുന്നിലൂടെ വരാൻ അനുവാദമില്ല. കാരണം രക്തസ്രാവം അശുദ്ധമാക്കുന്ന രോഗം. വീട്ടിൽ കയറത്തില്ല, ആളുകളടുത്ത് പാവം ഒളിച്ചാ വന്നേ. ഈ പാവം ആ സ്ത്രീയെ അനുഭവിച്ച ശാരീരിക വേദനയേക്കാൾ എത്രയോ മടങ്ങാവും അവരനുഭവിച്ച മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി. വലിയ വേദനയുള്ള പാവം സ്ത്രീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് വിറച്ച് പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീയുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി. ഈശോ ആ പാവം സ്ത്രീയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വെറും ശാരീരിക സൗഖ്യം തേടി വന്ന സ്ത്രീ രക്ഷയും കൊണ്ട് വീട്ടിൽ പോയി. ഈശോയെ തൊട്ട സ്ത്രീ സൗഖ്യമുള്ളവളായി. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാരിക്കും, ആ മതി, ആൾ തൊടിയിലും പിടുത്തമായിട്ടിരിക്കുവാനല്ല, കൊച്ചു മരിച്ചുപോയി. ഈ അപ്പൻ മാറത്ത് കൈയടിച്ച് അലറി കരഞ്ഞു കാണും. അപ്പനെ അച്ഛൻ ഈശോ ഈ അപ്പനെ ആശ്വസിപ്പിച്ചു. പിന്നെ മുമ്പോട്ട് പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ തകൃതി, പന്തലിടുന്നവരെ, കൊഴലൂതുന്നവരെ, പാട്ടുപാടുന്നവരെ, മാന വായിക്കുന്നവരെ, വലിയ ബഹളം. ഈശോയെ പുച്ഛത്തോടെ എല്ലാവരും നോക്കി. ഈശോ എല്ലാവരെയും പുറത്തിറക്കി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈ കൊച്ചിൻ്റെ അപ്പനെയും അമ്മയും മാത്രം കൂട്ടിക്കൊണ്ട്. ഈ കാലഘട്ടത്തിൽ ഈശോയായിരുന്നെങ്കിൽ സർവമാന ചാനലുകാരും പത്രക്കാരും യൂട്യൂബേഴ്സും കൂടെ വന്ന് കഴിയുമ്പോഴേ കയറുള്ളായിരുന്നു. പണ്ടത്തെ ഈശോ ആയതുകൊണ്ടാ ഈശോ അവരെ മാത്രം കൂട്ടിക്കൊണ്ട് വീടിനകത്ത് കയറി. മരിച്ചു കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ കരങ്ങളിൽ സ്പർശിച്ച നിമിഷത്തിൽ ഈ കൊച്ച് ജീവൻ പ്രാപിച്ചു. ഈശോയെ തൊട്ട കുഞ്ഞ് സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. ഈശോ തൊട്ട കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. നമ്മളിൽ ഈ വലിയ ദാഹം, എനിക്കവനെ കാണണം, അല്ലെ എനിക്കവനെ തൊടണം, അല്ലെങ്കിൽ അവൻ എന്നെ കാണണം, അവൻ എന്നെ തൊടാൻ ഇടയാവണം. ഈ ആത്മീയ ദാഹം നമ്മിൽ വർദ്ധമാനമാക്കാൻ. ഈ ദാഹം കൊണ്ട് മാത്രമായില്ല, ഈശോയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. സക്കേബൂസ് ആഗ്രഹിക്കുക മാത്രമല്ല, അംഗീകരിച്ചു. അതുകൊണ്ടല്ലേ ഈ മരത്തിന് മണ്ട കയറിയത്. അംഗീകരിച്ചുകൊണ്ടാണ് ഇവനെ കാണണമെന്നുള്ള ആഗ്രഹം, അതാ ശ്രമം നടത്തിയത്. ഈ പൂർണ്ണമായി ഈശോയെ അവനായിരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. തമ്പുരാനോട് കൊടുക്കുന്നൊരു മറുപടിയാണ്. അതാണ് സത്യത്തിൽ വിശ്വാസം. ഈശോയെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നത്, ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും തിരഞ്ഞെടുപ്പിലും. അതാണ് സത്യത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. എന്താ വിശ്വാസമെന്ന് എബ്രായ ലേഖകൻ നമുക്ക് വേണ്ടി നിർവചിക്കുന്നുണ്ട്. കാണപ്പെടാത്തുണ്ടെന്നുള്ള ബോധ്യമാണ് പ്രത്യാശിക്കുന്നത്, ലഭിക്കുന്ന ഉറപ്പാണ്. ആരാ കാണപ്പെടാത്തത്? ദൈവവാ. പ്രത്യാശിക്കുന്നതോ സ്വർഗവാ. ഇത് രണ്ടും ഇന്ന് വരെ ആരും നിർവചിച്ചിട്ടില്ല. അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നുണ്ട്, ആരെങ്കിലും ദൈവത്തെ നിർവചിച്ചു എന്ന് അവകാശപ്പെട്ടാൽ അങ്ങാര് നിർവചിച്ച സൂത്രം ദൈവമല്ല. ദൈവം നിർവചനത്തിന് അതീതനാണ്. അതുകൊണ്ട് ഈ നിർവചനം ഒറ്റ കേൾവിയിൽ സമ്പൂർണ്ണമായിട്ട് തോന്നിയാലും വിശകലനത്തിൽ സങ്കീർണമായിട്ട് അനുഭവപ്പെടും. അല്പം കൂടി ലളിതമായ ഭാഷയിൽ, സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ വിശ്വാസത്തെ നിർവചിച്ചാൽ, വിശ്വാസം എന്നത് ദൈവത്തിനു മുമ്പിലുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ദൈവ തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതാണ്. അതാ സത്യത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. ദൈവത്തിന് മുമ്പിലേക്ക് പരിപൂർണമായിട്ട് നമ്മളെ സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ വിശ്വസിച്ച് ഭാഗ്യവതിയായി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയ, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിച്ചോട്ടെ. ആ വചനം അവളെ ദൈവമാതാവാക്കി മാറ്റിയത്. അതാ സമർപ്പണം. ആ സമർപ്പണത്തിൻ്റെ പേരാണ് സത്യത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്തസാക്ഷികളും വിശുദ്ധരുടെയൊക്കെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, അവരൊക്കെ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചവരാണ്. രക്തസാക്ഷികളും വിശുദ്ധരും ഒക്കെ, പരിശുദ്ധ അമ്മയും വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹവും ഒക്കെ. നമ്മൾ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവരാണ്. അതാ വ്യത്യാസം. നമുക്ക് സമർപ്പണമൊക്കെ ഉണ്ട്,
സമ്പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് സംശയം. സമ്പൂർണ്ണ സമർപ്പണത്തെ മാത്രമാണ് വിശ്വാസമെന്ന് വിളിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു രംഗം, ഏതെങ്കിലും ഒരു കോശം സമർപ്പിതമാകാതുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിശ്വാസമെന്ന് വിളിക്കുക സാധ്യം. സമ്പൂർണ്ണമായിട്ട് തമ്പുരാനിലേക്ക് കൈവിടുമ്പം, അവനിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് മാറും. ആഴമുള്ള വിശ്വാസത്തെ സ്വന്തമാക്കാൻ ഫ്രാൻസിസ് അടുത്ത കാലത്ത് സ്വർഗം പൂകിയ ബെനഡിക്ട് മാർപ്പാപ്പ വിശ്വാസത്തിൻ്റെ ഒരു വർഷം ആചരിച്ച് നമ്മൾ ഓർമ്മയിലുണ്ട്. ആ വർഷത്തിൽ മാർപ്പാപ്പ നല്ല പണ്ഡിതനായ ആഴമായ പ്രബോധനം നൽകുന്ന മാർപ്പാപ്പയായിരുന്നു, അറിയാലോ. മാർപ്പാപ്പ ഒരു സീരീസ് ഓഫ് ടോക്സ്, കുറേ പ്രസംഗങ്ങൾ നടത്തി. മാർപ്പാപ്പ ഉപയോഗിച്ചത് പൊതുജനങ്ങൾക്ക് പൊതുദർശനം കൊടുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പബ്ലിക് ഓഡിയൻസ് ഉണ്ട്. അത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് നടത്തുന്നത്. തണുപ്പ് കാലമാകുമ്പം പാപ്പ പൗലോസ് എസ്തോ ഔളാം ആഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ഹോളുണ്ട്, പോളാറാമൻ മാർപ്പാപ്പയുടെ. 1000കണക്കിന് ആളുകളെ കൊള്ളുന്ന അതിനകത്താണ്. 2012 നവംബർ മാസം 14 തണുപ്പ് കാലം തുടങ്ങി. ഈ ഹോളിലാണ് ഈ പബ്ലിക് ഓഡിയൻസ്. അതിൽ പ്രസംഗിച്ചപ്പം മാർപ്പാപ്പ പറഞ്ഞു, ഇന്ന് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം പ്രായോഗിക നിരീശ്വരത്വമാണ്, പ്രാക്ടിക്കൽ എയ്ത്തീസം. അതെന്താണെന്ന് മാർപ്പാപ്പ വിശദീകരിക്കുന്നത്. നമ്മളും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പ്രായോഗിക നിരീശ്വരത്വം ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ. കമ്മ്യൂണിസം ഈസ് എസെൻഷ്യലി എയ്ത്തീസം. കാരണം അതിൻ്റെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രം ഭൗതികവാദമാണ്. പദാർത്ഥം മാത്രമാണ് സത്യം, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായത് മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ എന്ന് വാദിക്കുന്ന വാദമാണ് ഭൗതികവാദം. അതാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വചിന്ത. ഒരാൾക്ക് ഒരേ സമയം യഥാർത്ഥ ദൈവവിശ്വാസിയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ആയിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാർ പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും മോസ്കിൽ പോകുന്നവരും ഒക്കെയാണ്. പാർലമെൻറ്റേറിയൻ പർപ്പസിന് വേണ്ടിയേ ഇല്ല എന്നൊക്കെ പറയും. നമ്മൾ അവരെ എന്നാ വിളിക്കുന്നത്? പ്രായോഗിക നിരീശ്വരവാദികൾ എന്നാണ്. പക്ഷെ മാർപ്പാപ്പ ഉദ്ദേശിച്ചതല്ല, നേരെ എതിരാണ്. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും പരിപാടിയും ചിട്ടകളും ക്രമവും ഒക്കെ നടക്കുന്നുണ്ട്, ഉള്ളിൽ ദൈവമേ ഇല്ലാത്ത ഒരവസ്ഥ. അതിന് മാർപ്പാപ്പ പ്രായോഗിക നിരീശ്വരത്വം എന്ന് വിളിച്ചത്. ഞാനും നിങ്ങളും ഒക്കെ ഒരു പക്ഷേ പെട്ടുപോയേക്കാവുന്ന അപകടം ഇതാ. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും പരിപാടിയും കൺവെൻഷനും ഒക്കെ ക്രമമായിട്ട് പോകും, ഉള്ളിൽ തമ്പുരാനുണ്ടോ എന്നുള്ള ചോദ്യം. ഉള്ളിനെക്കുറിച്ച് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ലത്തീൻ വാക്ക് എച്ച് ദേവുസ് നോൺ ദറേത്തൂർ എന്നാണ്. എച്ച് ദേവുസ് നോൺ ദറേത്തൂർ, ആസ് ഇഫ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ഓൾ. തമ്പുരാനൊരു സംഗതി നിലനിൽക്കുന്നേ ഇല്ലാത്ത പോലെയാണ് ഉള്ളു. പുറമേ വലിയ ഭക്തി കാണിക്കും. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ പുറമേയുള്ള പ്രകടനത്തിന് ആനുപാതികമായ ആഴമുള്ള ബോധ്യം നമ്മിലുണ്ടോ? തമ്പുരാനെക്കുറിച്ചുള്ള ബോധ്യം, അമ്മിനുവേൽ അനുഭവം നമ്മിലുണ്ടോ? അമ്മിനുവേൽ അനുഭവം എന്ന് പറയും. തമ്പുരാൻ എന്നിൽ വസിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യം. അതുകൊണ്ട് മാത്രമായില്ല, വിശ്വാസം എന്ന് പറയുന്നത് തിരിച്ച് ഞാൻ തമ്പുരാനിൽ വസിക്കുമ്പോൾ, അതാണ് ഇതിൻ്റെ റെസ്പോൺസ്, ഒരു മറുപടി എന്ന് വിളിക്കാൻ കാരണം. തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ തമ്പുരാൻ്റെ കൂടെയാണോ അല്ലയോ എന്നുള്ള ചോദ്യം എപ്പോഴും മനസ്സിൽ ഉയരേണ്ട ചോദ്യമാണ്. ഏബ്രഹാം ലിങ്കനെ കുറിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ, മിടുക്കനായിട്ട് പഠിച്ച് വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കിയതാണ്. അങ്ങേര് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്ത് അധികം വൈകാതെ മെത്തഡിസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗത്തിൽപ്പെട്ട കുറേ പാസ്റ്റർമാർ ഏതോ കാര്യത്തിന് വേണ്ടി അവർ അങ്ങേരെ സമീപിച്ചു. ആവശ്യങ്ങളെല്ലാം വിശദീകരിച്ച് കേൾപ്പിച്ചു. എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അവസാനം പ്രസിഡന്റ് പറഞ്ഞു, ഐ എം സോറി, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് ദിസ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ. നടപ്പുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായൊരു സംഗതിയാണ്, ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവരൊന്നും കൂടെ നിർബന്ധിച്ച് എല്ലാം വിശദീകരിച്ച് കേൾപ്പിച്ചു. എല്ലാം കേട്ടു. അവസാനം പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഈസ് ഇമ്പോസിബിൾ, ഇത് അസാധ്യമാണ്. കാരണം നിയമവിരുദ്ധമായ കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുകയില്ല. അവർ പിണങ്ങി, അവരിറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് ഏതാണ്ടൊന്ന് പിറുപിറുക്കുന്നത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ തിരിച്ചു വിളിച്ചു. അവരോടി വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഏതാണ്ട് പിറുപിറുത്തല്ലോ? ഇല്ല, ഒന്നും പിറുപിറുത്തില്ല. അല്ല, പിറുപിറുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, എന്നാൽ കേട്ടോ, ഞങ്ങൾ പിറുപിറുത്തു. ഞങ്ങൾ എന്നെ പിറുപിറുത്തെന്നറിയാവോ? ഞങ്ങൾ പറഞ്ഞത് എനിവേ ഗോഡ് ഈസ് വിത്ത് അസ്. അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും വലിയ ഉദ്യോഗമായിരിക്കാം, ദൈവത്തെക്കാളും വലുതൊന്നും അല്ലല്ലോ. എന്നെ വന്നാലും തമ്പുരാൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാ പിറുപിറുത്തത്. ഏബ്രഹാം ലിങ്കൻ തിരിച്ച് ചോദിച്ചു എന്നാണ് ചരിത്രം. ഹു ഹാസ് ഡൗട്ട് അബൌട്ട് ഇറ്റ്? ആർക്കടാ സംശയം? ഇസ് ഇമ്മാനുവൽ. അവൻ്റെ പേര്
അമ്മനുവേൽ എന്നാ അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാ. പക്ഷേ the doubtful fact is whether you are with God or not. സംശയമുള്ളൊരു കാര്യമുണ്ട്, അത് നീ ദൈവത്തോട് കൂടെയാണോ അല്ലയോ എന്നുള്ളതാണ്. അത് സംശയമുണ്ട്. നമ്മളും സ്വയം ചോദിക്കേണ്ട ചോദ്യം, am I with God or not? വെറുതെ പുറമേ കാണുന്ന കാഴ്ചകൾ മാത്രമാണോ ജെന്യുവിനായിട്ട്, ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട് am I with God or not? ഈ മ്യൂച്വൽ ഇൻഡ്വെല്ലിങ്, തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് തമ്പുരാനിൽ വസിക്കാൻ കഴിയുമ്പോഴാണ് എന്നിൽ വിശ്വാസം അന്വർത്ഥമായിട്ട് മാറുന്നത്, ദൈവികത എന്നിൽ പച്ചയായിട്ട് ജീവിക്കാനിടയാവുന്നത്. എനിക്ക് ദൈവത്തിലായിരിക്കാൻ കഴിയണം, ദൈവം എന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് അനുഭവിക്കണമെന്ന് നിർബന്ധം ഇല്ല. എനിക്ക് എൻ്റെ ദൈവത്തിലായിരിക്കാൻ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പം നമ്മൾ സംജാതമാകുന്ന അവസ്ഥയുടെ പേരാ സത്യത്തിൽ പാപമെന്ന് പറയുന്നത്. ദൈവികത ചോർന്നു പോകുന്ന, നഷ്ടപ്പെടുന്ന ദുരവസ്ഥയുടെ പേരാണ് സത്യത്തിൽ പാപമെന്ന് പറയുന്നത്. അപ്പം വേറെ ശക്തികൾ അതിൻ്റെ കൂടെ കയറും. അതുകൊണ്ടാണ് ദൈവികത അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമാണ്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നുണ്ട്, നമുക്ക് ദൈവത്തോട് കൂടെ വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അതാണ് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അതോട് ചേർത്ത് ഞാൻ പറയട്ടെ, നിങ്ങളെ കേൾക്കുന്ന സിംഹഭാഗം ആളുകളും കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഈ വിശ്വാസം ജനിക്കേണ്ടതും വളരേണ്ടതും ഫലം ചൂടേണ്ടതുമായ വേദി എവിടെ വന്ന് ചോദിച്ചാൽ കുടുംബമാണ്. കുടുംബത്തിൽ അനുഭവിക്കാത്തൊരു ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാൻ പോകുന്നില്ല. തമ്പുരാൻ ആരാന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നിടത്തോളം മാത്രം അല്ലേ? അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. തമ്പുരാൻ ഇങ്ങോട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുമോ ദൈവം ആരാന്ന്. ദൈവം ആരാന്ന് വെളിപാടിൻ്റെ പൂർണ്ണതയായ മിശിഹ തമ്പുരാൻ നമ്മൾ പറഞ്ഞു തന്നെ. എന്നാ ദൈവത്തെ ഏത് പേരിൽ വിളിച്ചോളാനാ പറഞ്ഞേ? ദൈവത്തെ പിതാവേന്ന്, അപ്പാന്ന് വിളിക്കാൻ പറഞ്ഞു. കാരണം അപ്പൻ ഈശോയെക്കുറിച്ചുണ്ടായൊരു ആരോപണമാണ്, അവൻ ദൈവത്തെ പിതാവേന്ന് വിളിച്ചു എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അപ്പൻ എന്ന് പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും കേവല അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കടക്കാൻ വേണ്ടിയാ ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ദൈവം എന്താന്ന് നമുക്കറിയാൻ പാടില്ല. എന്താന്ന് മനസ്സിലാക്കാൻ ബൈബിള് ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതം എന്നാ? ഒരു ചോദ്യമാണ്. പെറ്റ അമ്മയ്ക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? തുടർന്ന് പറയുക, പെറ്റമ്മ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത സ്നേഹവാ ദൈവം. ദൈവം ആരാന്ന് എന്താന്ന് വ്യക്തമാക്കാൻ ബൈബിള് ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതം ഒരപ്പൻ്റെയും അമ്മയുടെയും കുടുംബ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ അനുഭവിക്കാത്ത ദൈവത്തെ ഒരിടത്തും അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം പഠിപ്പിച്ചത് മാതാ പിതാ ഗുരുർ ദൈവം. അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ ദൈവമാണെന്നല്ല, എൻ്റെ അമ്മ ദൈവമാണെന്നല്ല, എൻ്റെ ഗുരുവും ദൈവമാണെന്നല്ല. അപ്പനിലൂടെ അമ്മയിലൂടെ ഗുരുവിലൂടെ ദൈവത്തിലേക്ക് കടക്കണം. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഓർമ്മ വെച്ചപ്പം മുതൽ ദൈവം സ്നേഹമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പാവം അമ്മ എന്നെ മടി വെച്ച് ദൈവസ്നേഹത്തിന് കുഞ്ഞ് കഥകൾ ഈ കൊച്ചു കാതിലോതുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. 5 വയസ്സുള്ളപ്പം അദ്ദേഹത്തിന് എന്നെ സ്കൂളിൽ ചേർത്തു. ഇന്നത് ക്ലാരമടങ്കാരല്ലേ ഇരിക്കുന്നേ? ഞാൻ ക്ലാരമടങ്കാർ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ് പഠിച്ചേ. എനിക്ക് വലിയ കടപ്പാടുണ്ട്. സിസ്റ്റേഴ്സ് എത്രയോ ശ്രദ്ധയോടെ എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു, എത്രയോ കരുതലോടെ അവരെ പഠിപ്പിച്ചു. കുഞ്ഞേ, ദൈവം സ്നേഹമാണ്. 15 വയസ്സുള്ളപ്പോൾ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ സെമിനാരിൽ ചേർന്നു. 11 വർഷക്കാലം എത്രയോ വിശുദ്ധരായ പ്രഗത്ഭരായ വൈദികർ അധ്യാപകർ എന്നെ പഠിപ്പിച്ചു ദൈവം സ്നേഹമാണ്. അവസാനത്തെ 4 വർഷം ദൈവശാസ്ത്ര പരിശീലനമാണ്. ഈ വിഷയങ്ങളിലെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമുള്ള പ്രഗത്ഭരായ വൈദികർ അധ്യാപകർ എന്നെ പഠിപ്പിച്ചു ദൈവം സ്നേഹമാണ്. പട്ടം കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്കുണ്ടായ നിയോഗം ദീർഘകാലം എൻ്റെ പഠനം തുടരാനാണ്. സ്വദേശത്തും വിദേശത്തുമൊക്കെ നല്ല കാശ് മുടക്കി അധികാരികൾ എന്നെ പഠിക്കാനായിട്ട് അയച്ചു. അവിടെയൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഞാൻ പഠിച്ചു ദൈവം സ്നേഹമാണ്. ഞാൻ പഠിച്ചതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ബൃഹത്തായ ഒരു പ്രബന്ധം എഴുതാൻ ഇന്ന് എനിക്ക് കഴിയും. പക്ഷേ ദൈവം സ്നേഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ, എവിടെയെങ്കിലും വായിച്ചാൽ, മനസ്സിൽ ചിന്തിച്ചാൽ, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് എന്നെ ആവശ്യപ്പെടാതെ എന്നെ ജനിപ്പിച്ച, എനിക്ക് വേണ്ടതെല്ലാം നൽകി ഓമനിച്ച് സ്നേഹിച്ച് ലാളിച്ച് എന്നെ വളർത്തിയ അച്ഛനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം ഒറ്റും മടിയും പറയാതെ ഔദാര്യത്തോടെ എന്നെ സെമിനാരിയിലാക്കിയ,
ഞാൻ പട്ടമേറ്റ് പുത്തൻ കുർബാന ചെല്ലുന്ന നല്ല ദിനത്തിന് വേണ്ടി വർഷങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് പ്രാർത്ഥനയോടെ നോക്കി കാത്തിരുന്ന ഇന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമോയെന്ന് സംശയമുള്ള ദിവസം കലണ്ടറിൽ ചുമന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് എൻ്റെ വരവ് കാത്ത് നോക്കിയിരിക്കുന്ന അമ്മയുടെയും ചാച്ചൻ്റെയും മുഖമാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒറ്റപ്പെട്ട വ്യക്തിയെ ഞാനെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ മക്കൾക്ക് ദൈവികതയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ മേഖലകളിലേക്ക് ആരോഹണം ചെയ്യാനാവണമെങ്കിൽ നിർബന്ധമായും കുടുംബത്തിൽ, അപ്പനിൽ, അമ്മയിൽ ദൈവത്തെ കാണാൻ. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പരിശീലന കളരി കുടുംബമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കരിസ്മാറ്റിക് റിനൈവിൻ്റെ പ്രതിനിധികൾ ഒരിക്കൽ വത്തിക്കാനിൽ ഒരുമിച്ചു 2014 അവരെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ സംസാരിച്ചു. സാധാരണ അത്തരം സമ്മേളനങ്ങളിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി പോയി സന്ദേശം വായിച്ചു പോകുന്ന പതിവാണ്. ഇവിടെ മാർപ്പാപ്പ നേരിട്ട് വന്നു സംസാരിച്ചു. മാർപ്പാപ്പമാർ ചുമ്മാ വായിത്തൊന്നും പ്രസംഗിക്കാൻ പാടില്ല, അതൊക്കെ കൃത്യം എഴുതി കൊടുക്കും, അതേ പറയാവുള്ളൂ. ഇപ്പോഴത്തെ മാർപ്പാപ്പ അതൊക്കെ വായിക്കും, അത് കഴിയുമ്പോൾ അങ്ങ് മാറ്റി വെച്ചു സ്വന്തമായിട്ട് ചെറിയും കൂടെ പറയും. അങ്ങനെ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് എഴുതി കൊടുത്ത സന്ദേശം കഴിഞ്ഞിട്ട് സ്വതസിദ്ധമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചു. മാർപ്പാപ്പ പറഞ്ഞു, മക്കളെ, ദൈവം വളരുന്ന ഇടത്തിൻ്റെ പേരാണ് കുടുംബം. ആലങ്കാരികമായിട്ട് പറഞ്ഞ ദൈവത്തിൻ്റെ വളർച്ചയൊന്നുമില്ല. തുടർന്ന് പറഞ്ഞു, ദൈവികത വികസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുടുംബം. മാർപ്പാപ്പ പറഞ്ഞു, കുടുംബത്തിൽ ദൈവികത വളരുന്ന 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിലൂടെ. 2, ജീവൻ്റെ പരികർമ്മത്തിലൂടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു, സ്നേഹത്തിലൂടെയും ജീവനിലൂടെയുമാ ദൈവികത കുടുംബത്തിൽ വളരുന്നത്. ഈ 2 വാക്കും ശ്രദ്ധിച്ചോണം. ദൈവം ആരാന്ന് വിശദീകരിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം വായിച്ചു നോക്കിക്കോ. ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. ഈശോ പറഞ്ഞ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പര്യായ പദങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ 2 വാക്കും, സ്നേഹവും ജീവനും. തൊട്ട് ചേർന്ന് മാർപ്പാപ്പ പറയുന്നൊരു വാക്യം, മക്കളെ ജാഗ്രതയോടെ ഇരിക്കണം. പിശാച് തീരെ ഇഷ്ടപ്പെടാത്ത 2 കാര്യമാണ്, സ്നേഹവും ജീവനും. എവിടെ സ്നേഹമുണ്ടോ അതില്ലാതാക്കാൻ അവൻ ശ്രമിക്കും, എവിടെ ജീവനുണ്ടോ അതിനെ ഹനിക്കാൻ അവൻ ഓടി നടക്കും. പാപ്പ ഉപദേശിക്കുകയാണ്, മക്കളെ, പിശാചിന് കുടുംബത്തിൽ ഇടം കൊടുക്കരുത്. വിശ്വാസം ക്ഷയിക്കുമ്പം, ദൈവികത ഉറവ് പറ്റുമ്പം സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ് ഈ പൈശാചികത. പിശാച് താല്പര്യപ്പെടുന്ന നോട്ടമിട്ടിരിക്കുന്ന വേദി. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ അനുഭവ വേദിയായിട്ട് കുടുംബങ്ങൾ മാറ്റാനും നമ്മാലാവുന്ന ശ്രമം നമുക്ക് നടത്തണം. കുടുംബങ്ങളിലൂടെയാണ് ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ, ദൈവികത അനുഭവിക്കാൻ, ദൈവികത വികസിക്കാൻ ഇടയാവുന്നത്. ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു വിളിയാണ് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ, കുടുംബങ്ങൾ ദൈവാനുഭവത്തിൻ്റെ വേദികളാക്കി മാറ്റാൻ. ഞാൻ അച്ഛനായിട്ട് 32 വർഷമായി. ഈ 32 ഇതെല്ലാം ഞാൻ തന്നെ കറപ്പിച്ചൊക്കെ വെച്ചതാ, അല്ലെ മുഴുവൻ പൂപ്പത്തലയായി പോയേനെ. 32 വർഷമായി അച്ഛനായിട്ട്. ഈ 32 വർഷത്തിന് ഞാൻ പല ജോലി മാറി ചെയ്തിട്ടുണ്ട്. 32 വർഷവും ചെയ്യേണ്ടി വന്നൊരു ജോലി സങ്കടകരമായൊരു ജോലിയാണ്. ഞാൻ കോടതി ജോലി ചെയ്യുന്ന അച്ഛനാണ്, നിയമമാണ് പഠിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 6 കൊല്ലം ഞാൻ പള്ളി ജോലി ചെയ്തിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് ചുരുക്കം കല്യാണമേ കെട്ടിച്ചിട്ടുള്ളൂ. സത്യമായിട്ട് ഞാൻ പറയാലോ, ഞാൻ കെട്ടിച്ചിട്ടുള്ളതിനേക്കാൾ 10 മടങ്ങ് കല്യാണം ഞാനായിട്ട് പിരിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ എണ്ണം ഞാൻ കേൾപ്പിക്കാം. ഏറ്റവും കുറവ് കേസുകളുള്ള രൂപതകളൊന്ന് ഞങ്ങളുടെ പാല, ഏറ്റവും കുറവ് കേസുകളുള്ള രൂപതകളൊന്നാണ്. ഞാൻ 2002 കോടതിയിൽ ആദ്യം ജഡ്ജിയായിട്ട് ജോലി ചെയ്യുന്നത്. അന്ന് മാക്സിമം ഒരു 20 കേസ് ഒരു വർഷം. ഞാനും ബഹുമാനപ്പെട്ട വട്ടപ്പെടുത്തി ഞങ്ങൾ 2 കൂടിയാണ് കേസ് നടത്തിക്കൊണ്ടിരുന്നത്. 20 കേസ് മാക്സിമം. അതിനുശേഷം ഞാൻ വേറെ സ്ഥലത്തേക്ക് ജോലി ചെയ്യേണ്ടി വന്ന് തിരിച്ചു വന്ന് പിന്നെ 2012 മുതൽ പിന്നെയും പാലായിൽ കോടതി ജഡ്ജിയായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 200 കേസ് ചെയ്താൽ തിരികല. 10 വർഷം കൊണ്ടായ വർധനയാണ്, ചിന്തിച്ചോളിൻ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയൊക്കെയോ ഇളക്കം തട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അത് കുടുംബങ്ങളിലേക്ക് സംഭവിച്ചാൽ മാത്രമേ കുടുംബങ്ങളെ ഉദ്ധരിക്കാനും നിലനിർത്താനും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത് തീർച്ചയാണ്. സമയമില്ലാത്തതിന് തുടർന്ന് പോവുകയാണ്. നമ്മൾ ദൈവമക്കളാക്കുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ നമ്മൾ വിളിക്കപ്പെടുന്നു, നമ്മളങ്ങനെയാണ് താനും. ചുമ്മാ സുഖിപ്പിക്കാൻ വേണ്ടി വിളിക്കുവല്ല, അങ്ങനെയാണ് താനും. ഈ ദൈവത്തിൻ്റെ സ്നേഹം
അളവില്ലാത്ത സ്നേഹമാണ് നമുക്കറിയാം അല്ലേ. തൻ്റെ ഏകജാതി നൽകുവാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതും അനുഭവിപ്പിക്കേണ്ടതും. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് എന്തിലൂടെയാണ്? അവിടുത്തെ കരുണയായിട്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ അവിടുത്തെ കരുണയായിട്ടാണ്. നീതിയുടെ ഓപ്പോസിറ്റാണ് കരുണയും നമുക്കറിയാം. നീതിയും കരുണയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്? നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അർഹമായത് കൊടുക്കുന്നതിൻ്റെ പേരാണ്. ജസ്റ്റിസ് മീൻസ് ടു ഗീവ് എവറി വൺ ഹിസ് ഡ്യൂ. ഓരോരുത്തർക്കും ഡ്യൂ ആയത്, വർത്തായത് കൊടുക്കുന്നതിൻ്റെ പേരാണ് നീതി. കരുണയോ അർഹതയില്ലാത്തപ്പോഴും കൊടുക്കുന്നതിൻ്റെ പേരാണ് കരുണ. നമ്മൾ ദൈവത്തിന് സ്നേഹം അനുഭവിക്കുന്ന കരുണയായിട്ട്, നമ്മുടെ അവകാശം കൊണ്ട് അർഹത കൊണ്ട് ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഈ കരുണയെ ആവോളം അനുഭവിക്കുന്നവരെന്ന നിലയിൽ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കടമ മറ്റുള്ളവരിലേക്ക് ഈ കരുണയെ ഒഴുക്കാൻ. കാരുണ്യത്തിൻ്റെ ജൂബിലി വർഷവും നമ്മളൊരു വർഷം ആചരിച്ച് ഓർക്കുന്നില്ലേ? അന്ന് മാർപ്പാപ്പ നമുക്ക് വേണ്ടി ഒരു അപ്പസ്തോലിക ലേഖനം പുറപ്പെടുവിച്ചു. അതിൻ്റെ പേര് മിസെരിക്കോർദിയെ ഊൾത്തൂസ് എന്നാണ്. മിസെരിക്കോർദിയെ ഊൾത്തൂസ്, അതിൻ്റെ പരിഭാഷ കാരുണ്യത്തിൻ്റെ മുഖം എന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ ഖണ്ഡികയിൽ മാർപ്പാപ്പയുടെ പ്രസ്താവനയുണ്ട്, ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖം ഈശോയാണ്. ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖം ഈശോയാണ് എന്നാ അതിൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം അറിയണമെങ്കിൽ മുഖത്തിൻ്റെ ഉപയോഗം എന്നാണെന്നറിയണം. എന്തിനാ മുഖം? എന്തിനാ മുഖം? എന്തിനാ? തിരിച്ചറിയാൻ. പണ്ട് ഞാൻ കൊച്ചുങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു വീരൻ എന്നോ പറയാം ചോറുണ്ണാനാന്ന്. വായിരിക്കുന്ന മുഖത്താണല്ലോ, തിരിച്ചറിയാനാ അല്ലേ? മുഖമില്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത ഒരു ടേപ്പുമായിട്ട് ആളിരിക്കണം. ഇത്ര ചുറ്റളവുള്ളത് ഇന്ന ചേച്ചി, ഇത്ര നെഞ്ചുരുള്ളത് ഇന്ന ചേട്ടൻ അല്ലേ? തിരിച്ചറിയാനാ മുഖം. ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖം ഈശോയാന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദൃശ്യനായ അപരിമേയനായ ദൈവത്തെ നമ്മൾ കണ്ടത്, തിരിച്ചറിഞ്ഞത് കരുണാമയനായ ഈശോയിലാണ്. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ ഖണ്ഡിക മാർപ്പാപ്പ പറയുന്നു, സഭ ഈശോയുടെ മുഖമാവണം. നമ്മോട് കൂടെ ശാരീരികമായിട്ടില്ല അവിടുന്ന്, അവിടുത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തിരിച്ചറിയേണ്ടത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. അതാണ് കരുണയുടെ പ്രവൃത്തിയുടെ ആവശ്യം. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതിന് സമാന്തരമായിട്ട് ലൂക്കായുടെ സുവിശേഷം സെർമൺ ഓൺ ദി പ്ലെയിൻ, സമതലത്തിലെ പ്രസംഗമുണ്ട്. അവിടെ വായിക്കുന്നത് അങ്ങനെയല്ല, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണത അവിടുത്തെ കാരുണ്യത്തിലാണ്. ഈ കാരുണ്യം ആവോളം അനുഭവിക്കുന്നവരെന്ന നിലയിൽ മറ്റുള്ളവരിലേക്ക് കരുണയെ കൊടുക്കാൻ ആണ് അഷ്ടസൗഭാഗ്യം നമ്മൾ പറയുന്നില്ലേ? കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കൊടുക്കും തോറും ഏറുന്ന ഒന്നാണ് ഈ കരുണ. കൊടുക്കും തോറും നമ്മളത് വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവ സ്നേഹമാണ് നമ്മെ ദൈവമക്കളാക്കി മാറ്റിയത്. രണ്ടാമത്തെ ഘടകം നമ്മൾ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 15-ാം വചനം, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ഈ ആത്മാവിനെ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നേ? പല വഴികളിലൂടെ കിട്ടും. വചനത്തിലൂടെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കും, പ്രാർത്ഥനയിൽ ആത്മാവ് നമ്മിൽ പ്രവേശിക്കും, സൽപ്രവൃത്തികളിൽ ആത്മാവ് നമ്മിൽ പ്രവേശിക്കും. പക്ഷേ ദൈവിക ജീവൻ്റെ നീർച്ചാലുകൾ എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനെയാ? ഉദാശകളാണ് ദൈവിക ജീവൻ്റെ ഔദ്യോഗികമായ ഉറവിടങ്ങൾ. ദൈവത്തിൻ്റെ കരുണയേറിയ വാത്സല്യത്തിൽ അവിടെ നമ്മുടെ മേൽ കരുണയെ വർഷിക്കുന്നത് ആത്മാവിനെ നൽകിക്കൊണ്ടാണ്. ഈ ആത്മാവിനെ വലിയ അളവിൽ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ നമ്മിലേക്ക് നിക്ഷേപിക്കുന്ന 7 നിർണായക നിമിഷങ്ങളാണ് 7 കുദാശകൾ. എല്ലാ കുദാശയും സഭയിലാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, സഭയാലാണ് പരിക്രമം ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താ സഭയെന്നറിയണം. എന്താ സഭയെന്നുള്ളതിന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 773-ാമത്തെ ഖണ്ഡിക മുതൽ പറയുന്നു, സഭ മഹത്വീകൃതനായ കർത്താവിൻ്റെ തുടർച്ചയാണ്. ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഒന്നുമല്ല. സഭ മഹത്വീകൃതനായ കർത്താവിൻ്റെ തുടർച്ചയാണ്. പൗലോസിൻ്റെ മാനസാന്തരവേളയിൽ ഡമാസ്കസിലേക്ക് തിടുക്കത്തിൽ പോകുമ്പം സാവൂള് ഉരുണ്ടുപിടിച്ച് താഴെ വീണു. ഇടിവാള് പിന്നൊരു വെളിച്ചം കണ്ടു. ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഒരു അശരീരി കേട്ടു, സാവൂൾ സാവൂൾ നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നേ? ഉടനെ ചോദിച്ചു, പ്രഭോ
നീ ആരാ? ലോർഡ് ഹൂ യു ആർ. കിട്ടിയ മറുപടി എന്നാ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സാവൂൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല. പീഡിപ്പിക്കാൻ കൂട്ടും. അങ്ങേര് കണ്ടതും പീഡിപ്പിച്ചതും പീഡിപ്പിക്കാൻ പോയതും സഭയെയാണ്. ആ സാവൂളിന് കിട്ടുന്ന മറുപടിയാണ്. ഒരു മഹത്വീകൃതനായ കർത്താവിൻ്റെ തുടർച്ചയായ സഭ. അതുകൊണ്ട് ഈശോയുടെ ദൗത്യങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. അവിടുന്ന് പഠിപ്പിച്ചു, അവിടുന്ന് വിശുദ്ധീകരിച്ചു, അവിടുന്ന് നയിച്ചു. സഭയ്ക്കും ഈ മൂന്ന് ദൗത്യങ്ങളേ ഉള്ളൂ. സഭ പഠിപ്പിക്കുന്നു, സഭ വിശുദ്ധീകരിക്കുന്നു, സഭ നയിക്കുന്നു. അല്ലെ വിശുദ്ധീകരണം എന്താ? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം 44-ാം വചനം, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, കാരണം ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവികീകരിക്കുക. അതിൻ്റെ അർത്ഥം ഡിവിനൈസേഷൻ, ദൈവികീകരണമാണ്. അതാണ് ഈ അമ്മനുവേൽ ആധ്യാത്മികത എന്ന് പറയുന്നത്. ദൈവത്തെ നമ്മിലും നമ്മൾ ദൈവത്തിലും ആയിരിക്കുന്ന അവസ്ഥ. ഈ വിശുദ്ധീകരണത്തിനുള്ള ഉപാധി ദൈവികതയെ സ്വീകരിക്കുന്നത് അവിടുത്തെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഔദ്യോഗിക വഴികൾ കുദാശകളാണ്. 7 കുദാശ എടുത്ത് പരിശോധിച്ചേ. ഒരമ്മയുടെ 7 സ്നേഹപൂർവകമായ ഇടപെടലുകളാണ്. നമ്മൾ സഭയെ വിളിക്കുന്ന എന്നാ? സഭ മാതാവ് എന്നാണ്. മാത്തർ എത്ത് മജിസ്ത്ര എന്നാണ് സഭയെക്കുറിച്ച് ചാക്രിക ലേഖനം. അമ്മയും ഗുരുനാഥയും. അല്ലെ, ഓർത്ത് നോക്കുകയേ. ഒരു സ്ത്രീ അമ്മയാകുന്ന എപ്പോഴാണ്? പ്രസവിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണ്, അല്ലേ? അപ്പോഴൊരു സ്ത്രീ അമ്മയാകുന്നത്. ഒരപ്പനെ കൊണ്ട് എത്ര സ്നേഹം കൊണ്ട് പ്രസവിക്കാൻ പറ്റുകയല്ലോ. എന്നാലും ഞാൻ പത്രത്തിൽ വായിച്ച് ഈ കോഴിക്കോട്ടെങ്ങാണ്ട് ഒരു ചേട്ടൻ്റെ വയറ്റൊരു ഗർഭപാത്രം കിടപ്പുണ്ടെന്ന്. അത് വെറുതെ കിടക്കുകയുള്ളൂ. പ്രസവിക്കുന്നത് അമ്മയുടെ കടമയാണ്, അവകാശമാണ്, അഭിമാനമാണ്. സഭയാകുന്ന അമ്മ മക്കളെ പ്രസവിക്കുന്ന, ജന്മം നൽകുന്ന കുദാശയുടെ പേരാണ് മാമോദിസ എന്ന മഹനീയമായ കുദാശ. കർത്താവ് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഈ 2ാം ജനനം അത് നടക്കുന്ന മാമോദിസയിലാണ്. മാമോദിസ തൊട്ടിയെ സുറിയാനി സഭ മൽപ്പാൻ അപ്പുറയും മുന്നിയാൻ വിളിക്കുന്ന പേരെന്നാണെന്നറിയാവോ? സഭയുടെ ഗർഭപാത്രം എന്നാണ്. ദ വൂംബ് ഓഫ് ദി ചർച്ച്. അല്ലെ, സീറോ മലബാർ ക്രമത്തിൽ മാമോദിസ മുക്കുമ്പം കുഞ്ഞിനെ മുക്കാനുള്ള വെള്ളം അച്ഛന് കുദാശ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പം മുറോൻ വിശുദ്ധ തൈലത്തിന് ആ തള്ളവിരൽ മുക്കിയിട്ട് ഇതോട് കലർത്തണം. ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്. അന്നേരം കൊച്ചു വലിച്ച് കീറി കരച്ചിലായിരിക്കും. ഈ കൊച്ചു കരയാൻ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ അമ്മച്ചിമാരും വലിയമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. മിക്കവാറും ഈ കൊച്ചിന് വിശന്നിട്ടാ. അതിന് കൊടുക്കേണ്ട സൂത്രമൊന്നും കൊടുത്തിട്ടില്ല. അവിടെ മാംസം മുക്കാൻ കൊണ്ടുപോകുമ്പം നല്ലപോലെ കുളിപ്പിച്ചേച്ച് വയറ് തന്നെ കുടിപ്പിച്ചുകൊണ്ടിങ്ങനെ വരാമെങ്കിൽ ഒറ്റ ശല്യം ഉണ്ടാക്കിയേനെ. ആ വെള്ളം ഒടിക്കുമെന്ന് പിടയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഉറങ്ങിക്കോളും. അതാ പണ്ടിരിക്കും മാംസം മുക്കുമ്പോൾ ഒരു കൊച്ചു വലിച്ച് കീറി കരച്ചില്ല. അതിൻ്റെ വയറിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മയുടെ ചെവി പറഞ്ഞു, വെല്ലം വെച്ചിട്ട് കൊടുക്കാവോ എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ കൊടുക്കും? ഞാൻ അപ്പോൾ ഉറച്ചിങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. പണ്ടത്തെ അമ്മച്ചുമാരുടെ കൊടുക്കാവുന്ന പള്ളിയുടെ മൂലക്കോട്ട് മാറുന്ന ചട്ടയും കൊണ്ട് പൊക്കി അത്യാവശ്യം കൊടുത്തേച്ച് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് പൂട്ടിക്കെട്ട് പുറകിലല്ലേ, പിന്നെ എങ്ങനെ ഇത് കൊടുക്കുന്നത്? അതുകൊണ്ട് മാമോദിസായി കൊണ്ടുപോകുമ്പോൾ നല്ലപോലെ കുളിപ്പിച്ച് അവനെ നല്ല കുടിപ്പിച്ച് കൊണ്ടുവരാമെന്ന് ഒരു കുഴപ്പമില്ല. അതാ ഇന്നലെ ആയിക്കോട്ടെ. അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥന, പാപവിമോചകമായ മാമോദിസ പരികർമ്മം ചെയ്യുന്ന സഭയുടെ പുതിയ ഉദരമായി തീരാൻ ഈ തൈലം ജലത്തോട് കലർത്തപ്പെടുന്നു എന്നാണ്. അടയാളവും പ്രാർത്ഥന എല്ലാം സൂചിപ്പിക്കുന്നത് ജനനമാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള സഭയാകുന്ന അമ്മ മക്കളെ ജനിപ്പിക്കുന്ന കുദാശ, അതാണ് മാമോദിസ. ഇനി ഈ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്ന ആരാ? അമ്മയാ. ഇത് അമ്മ, ഇത് അപ്പ, ഇത് വല്യപ്പ, ഇത് വല്യമ്മ എന്നൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നേ? അമ്മയാ. അല്ലെ, മൂത്ത പിള്ളേരുണ്ടെങ്കിൽ കൊച്ചു ഇച്ചിരി മുതിരുമ്പം എടാ നിന്നെ ആശുപത്രിയിൽ കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറയും. അല്ലെ, വീട് തോടടുത്തുണ്ടെങ്കിൽ എന്നെ തോട്ടിയിൽ നിന്ന് പിടിച്ചാന്ന് പറയും. കുട്ടനാട്ടുകാരങ്ങനെയാണ്. അപ്പോൾ കൊച്ചു ഓടി എവിടെയാണ് പോകുന്നത്? അമ്മയുടെ അടുത്താ. അമ്മ എന്നെ ആശുപത്രിയിൽ നിന്ന് മേടിച്ചാണോ, എന്നെ തോട്ടിയിൽ നിന്ന് പിടിച്ചാണോ? ആര് പറഞ്ഞു? കൊച്ചു ഇവിടുത്തിയാ. ഓടി ചേട്ടൻ്റെ അടുത്തിയാലും അമ്മ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തിയാന്ന്. കൊച്ചിനത് മതി. അമ്മ അഷർ ചെയ്യുന്നത് നീ ഇവിടുത്തിയാന്ന്. അല്ലെ, കൊച്ചി നേഴ്സറി പോയി തുടങ്ങുമ്പം ഡിക്ഷണറി ഇല്ലാത്ത വാക്കെല്ലാം പഠിക്കുമല്ലോ. ആദ്യം പ്രയോഗിച്ച് നോക്കുന്ന അമ്മയ്ക്കിട്ടാ. ആരും ഓടിപ്പോയി വാവ് തന്നു, അയ്യോ ഈ വീട്ടിലെ കൊച്ച് അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയണം, അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യണമെന്ന് പതുക്കെ 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 പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കുടുംബത്തിന് ചേർന്ന മകനും മകളുമായിട്ട് മാറ്റുന്നത് അമ്മയാണ്. സഭയാകുന്ന അമ്മ നൽകിയ ജീവനിൽ ഉറപ്പിച്ച് ഉത്തരവാദിത്വവും കടമയുള്ള മക്കളാക്കി നമ്മളെ മാറ്റുന്ന കുദാശയുടെ പേരാണ് കൺഫർമേഷൻ. ഉറപ്പിക്കുന്ന കുദാശ, സ്ഥൈര്യ ലേപനം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുമ്പോൾ മുഷിയും. കണ്ടിട്ടില്ലേ? എന്നെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ദേഹവും വസ്ത്രവും എല്ലാം കരി പിടിപ്പിക്കും. ആരാ?
ദിവസത്തിൽ പല പ്രാവശ്യം ഒരു പരാതിയും കൂടാതെ ഈ മുഷിയുന്ന കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് പോയി മുഷിഞ്ഞ വസ്ത്രമെല്ലാം പറിച്ച് കളഞ്ഞേച്ച് പിന്നെയും കുളിപ്പിച്ച് പൗഡറും ക്രീമും ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കുന്ന ആരാ? അമ്മയാ. സഭയാകുന്ന അമ്മ തൻ്റെ മക്കള് ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ മലീമസമാകുമ്പം ഒരു പരാതിയും കൂടാതെ അവരെ വാരിയെടുത്ത് കരുണയോടെ സ്നേഹത്തോടെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പരിമളവും ധൂപവും സമർപ്പിക്കുന്ന, അവരെ വസ്ത്രവും ധരിപ്പിക്കുന്ന കൂദാശയുടെ പേരാണ് പരിശുദ്ധ കുമ്പസാരം, അനുരഞ്ജനമെന്ന കൂദാശ. ഇനി കൊച്ചിന് ആവശ്യമുള്ള പോഷണം നൽകുന്ന ആരാ? അമ്മയാ. ആദ്യം അമ്മയുടെ പാല് കൊടുക്കും, പിന്നെ ആടിനെയും പശുവിനെയും കറന്ന് കൊടുക്കും, പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടില്ലേ? കൊച്ചു വാ വിളിക്കുകയില്ല. അതിന് അമ്മ ആന്ന്. അപ്പോൾ കൊച്ചു അറിയാതെ ആ തക്കത്തിന് കോരി വായിക്കാതെ ഉണ്ണാന്ന് കഴിച്ചോളും. വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ വെച്ച് അമ്മയുടെ ക്രിയയിലോട്ട് തെറിപ്പിക്കും. എന്ന് വെച്ചാൽ പിന്നെ ഇറച്ചിയും മീനും ഒക്കെ പീച്ചിയും ഉള്ളിയും കഴുകി ഇച്ചിരിച്ച് കഴിപ്പിച്ച് മുട്ടനായിട്ട് വളരുക. ആവശ്യമുള്ള പോഷണം അറിഞ്ഞ് നൽകുന്നത് അമ്മയാണ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ അമ്മ ചോറ് വിളമ്പുമ്പം എനിക്ക് അത്രയും വേണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ, നിനക്ക് എന്തായാലും പറ്റുമെന്ന് എനിക്കാണ് അറിയാവുന്ന, നിനക്കാണ് അറിയാവുന്നെന്ന്. അമ്മയ്ക്ക് അറിയാവുന്ന എനിക്ക് എന്തായാലും ഉണ്ണാന്ന്. അമ്മയാണ് ആവശ്യമുള്ള പോഷണം അറിഞ്ഞ് നൽകുന്നത്. ഇനി ഒരു പെങ്കൊച്ച് ഒരു 22-23 വയസ്സാകുമ്പം നട്ട പാതിരയ്ക്ക് കൂർക്കം വലിച്ചുറക്കുന്ന അപ്പനെ അമ്മ കുലുക്കി എഴുന്നേൽപ്പിക്കും. മനുഷ്യനെ ഇങ്ങോട്ട് ഏറ്റേ, എന്നാ കള്ളം കരുതാന്ന് ഓർത്തോണ്ടാ, നിങ്ങൾ അറിഞ്ഞോ എന്നാ പെണ്ണിന് 23 വയസ്സായി. അത് ശരി, അത് ഇപ്പോഴാണ് അറിഞ്ഞെന്ന് ചോദിച്ചേച്ച് അപ്പനങ്ങ് മറിഞ്ഞ് കിടന്ന് ഉറങ്ങും. അമ്മയ്ക്ക് വലിയ വ്യഗ്രതയാണ് ഈ പെങ്കൊച്ചിനെ പറ്റി ചെറുക്കനെ കണ്ടുപിടിക്കണം. അത് ചെറുക്കന് 26-27 വയസ്സാകുമ്പം അപ്പം കുരുമുളക് പറിക്കാൻ പോകുമ്പോഴും പശുവിനെ കെട്ടാൻ പോകുമ്പോഴും അമ്മ പുറകെ നടക്കുക. അച്ചാച്ചാ എന്നാ അവന് 26 വയസ്സായി, അടുത്ത ആണ്ട് 27 നീ കിടന്ന് പിടയ്ക്കാതെ. അമ്മയ്ക്ക് വലിയ വ്യഗ്രതയാണ് ഈ ചെറുക്കനെ പറ്റി പെണ്ണിനെ കണ്ടുപിടിക്കണം. അല്ല ഏത് അച്ഛനോട് ചോദിച്ചു, ഏത് കന്യാസ്ത്രീയോട് ചോദിച്ചു, ഈ ചെവിയിൽ മോനെ മോളെ തമ്പുരാന് വേണ്ടി ജീവിതം കൊടുക്കുന്നത് ധന്യമാണെന്ന് ആദ്യം പറയുന്ന ആളാരാ? അമ്മയാ. അമ്മയുടെ വലിയൊരു വ്യഗ്രതയാ മക്കള് ഒരു ജീവിതാവസ്ഥയിൽ ആയി കാണണം. സഭയാകുന്ന അമ്മ മക്കളെ ജീവിതാവസ്ഥയിലാക്കുന്ന 2 കൂദാശകളാണ് വിവാഹവും തിരുപ്പട്ടും. ഇത് രണ്ടും കൂടെ നമ്മുടെ സഭയുടെ ക്രമം അനുസരിച്ച് ഒരാളെ കൊണ്ട് പറ്റുകയില്ല. ചുരുക്കം ചില വീരന്മാർ മേടിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ വിവാഹം അല്ലെങ്കിൽ തിരുപ്പട്ടം. ഇനി നമുക്ക് അസുഖം വരുമ്പം നമ്മുടെ അടുത്ത് വേണമെന്ന് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആരെയാ? അമ്മയാ. ഏത് പ്രായമായാലും അല്ലേ, അമ്മ അടുത്തിരിക്കണം, ദേഹത്ത് തൊടണം, മരുന്ന് തരണം, വഴക്കൊക്കെ ഉണ്ടാക്കും അമ്മയോട്. അല്ല അമ്മ അടുത്തുനിന്ന് പോകുന്ന ഇഷ്ടമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് 10-96 വയസ്സില പാപ്പന്മാർ മരണവെപ്രാളെടുത്ത് വയറിലും ചങ്കയിലും ഞെക്കി പിടിച്ച് അലറി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ഒരപ്പാപ്പം പോലും എൻ്റെ ഭാര്യയെ, എൻ്റെ മൂത്ത മകനെ എന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. 96 വയസ്സുള്ള അപ്പാപ്പൻ എന്നാ പറഞ്ഞ കരയുന്നത്? എൻ്റെ അമ്മ എന്നും പറഞ്ഞ കരയുന്നത്. ഈ അപ്പാപ്പൻ്റെ അമ്മ 50 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണേ. അസ്ഥി പോലും കുതിർത്തുപോയി. എന്നാലും വേദന വരുമ്പോൾ അറിയാതെ വിളിക്കുന്നത് അമ്മയാ. അല്ലേ പോട്ടെ, മനസ്സിന് വേദന വരും. നമുക്ക് മനസ്സിന് വേദന വരുമ്പോഴാണ് റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്. എന്നാ ദീർഘവിശ്വാസം വരും. ആരെങ്കിലും ഇങ്ങനെ ദീർഘവിശ്വാസം വരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അളിയോന്ന് ഉണ്ടോ? എന്നാ ദീർഘവിശ്വാസത്തിൻ്റെ അവസാനം എൻ്റെ അമ്മേ അല്ലേ? വേദന ശാരീരികമാകട്ടെ മാനസികമാകട്ടെ അറിയാതെ നാവിൽ വരുന്ന വാക്ക് അമ്മയെന്നാ. സഭയാകുന്ന അമ്മ എൻ്റെ മക്കൾ വേദനിക്കുമ്പം ആശ്വാസത്തിൻ്റെ തൈലവും കൊണ്ട് അവരെ സമീപിക്കുന്ന കൂദാശയുടെ പേരാണ് രോഗീലേപനം. പണ്ട് ഈ കൂദാശയുടെ പേര് ഒടുക്കത്തെ ഒപ്രിച്ചുമേന്നായിരുന്നു. അത് കേട്ടാൽ ഒരു മരിപ്പെട്ട പാപ്പന്മാർ അതിനാലേ മരിച്ചു പോകും. 2ാമത്തെ കൗൺസിൽ കഴിഞ്ഞ ശേഷം രോഗീലേപനം കുഴപ്പമില്ല. ഇത് മുക്തിയുടെ കൂദാശയാണ്. ഒന്നുകിൽ രോഗത്തിൽ നിന്ന് മുക്തി, അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് മുക്തി. അതെ, സ്വാതന്ത്ര്യം. അത് തീർച്ചയായിട്ടും കരുണയാണ്. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, ഈശോയെ അങ്ങോട്ട് എടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കും. മരിക്കുന്ന മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഞാനീയൊരു വെല്ലിച്ചിനെ കണ്ടു. അവരുടെ 8 മക്കളുള്ളതാണ്. അതിലെ 6 പേരും മരിച്ചു. ഇനി അച്ഛനേ ഉള്ളൂ. അച്ഛൻ്റെ ഇളയ പെങ്ങളൊരു സിസ്റ്ററാണ്, കർമ്മീത്ത സിസ്റ്റർ. വലിയ ഇഷ്ടമായിരുന്നു ഈ സിസ്റ്ററെ. അച്ഛനോട് പറയാം, അച്ഛാ ഈയിടെ എൻ്റെ ഇളയ പെങ്ങള് കർത്താവിൽ രൂപാന്തരപ്പെട്ടു. സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. നല്ല ആഴമുള്ള വിശുദ്ധിയുള്ള അച്ഛൻ. ഞങ്ങൾക്ക് മരണത്തെ അച്ഛൻ കണ്ടത്. പെങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. ഇരട്ടയുള്ളത്. അച്ഛൻ 7ാമത്തെയും പെങ്ങൾ 8ാമത്തെയാണ്. വീണൊക്കെ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങൾ കർത്താവിൽ രൂപാന്തരപ്പെട്ട അതായത് പെങ്ങൾ തീർന്നെന്നല്ല പറഞ്ഞത്. എന്നെ നല്ല പ്രത്യാശയാണ്. തീർച്ചയായിട്ടും ഇത് മുക്തിയുടെ കൂദാശയാണ്. അങ്ങനെ 7 കൂദാശകളും ആത്മാവിൻ്റെ വലിയ അളവിൽ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ആത്മാവിനെ സഭയാകുന്ന അമ്മ ചൊരിയുന്ന 7 സ്നേഹവാത്സല്യ പ്രകടനമാണ്. ഇത് ദാനമാണിത്. ഈ ദാനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. പൗലോസ് പറയുന്ന ഡോണ്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ് ഇൻ യു. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. ഇത് കെട്ടുപോകാൻ അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് കെടുത്തരുതെന്ന് പറയുന്നത്. ഇതിനെ കെടുത്തിക്കളയാതെ കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്.
പരിശുദ്ധാത്മാവ് കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ആത്മാവിനെതിരായ ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അത് ദൈവികതയെ തുടച്ചു മാറ്റുന്ന നമ്മളിലെ അപകടമാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. ആത്മാവിനെ ത്വരിതപ്പെടുത്താൻ ഈ ആത്മാവ് നമ്മൾ നിലനിൽക്കുന്നു എന്ന് പ്രവർത്തനക്ഷമമാണെന്ന്. അപ്പോഴും ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മിൽ പ്രവർത്തനനിരതമാകാൻ ഇടയിൽ ആത്മാവ് നമ്മിൽ ജ്വലിക്കണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് റോമാക്കാർക്ക് 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുത്തെ ആത്മാവിലൂടെയാണ് ഇന്ന് നമ്മിൽ തുടരുന്നത്. എൻ്റെ സമയം തീർന്നോ? എൻ്റെ സമയം തീർന്നു. ഞാൻ ഇനിയോട് പോയിട്ട് മാത്രം പറഞ്ഞു തീർക്കാം. ഈ ദൈവമക്കൾക്കൊരു അടയാളമുണ്ട്. ദൈവമക്കളുടെ അടയാളം പരസ്പര സ്നേഹമാണ്. നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം ഇവിടെ നമ്മൾ വായിക്കും. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണല്ലോ. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല, തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. പരസ്പര സ്നേഹമാണ് ദൈവമക്കളുടെ അടയാളം. ദൈവമക്കളുടെ തനിമ, യഥാർത്ഥ ദൈവമക്കളാകാനുള്ള വഴി. അല്ല, വീട്ടിലെ പിള്ളേരെ കണ്ടാൽ അപ്പനെ എങ്ങോട്ട് പോയി നോക്കണ്ട, അമ്മ എങ്ങോട്ട് പോയി, അല്ലേ, അതേ ഛായയുള്ള മക്കളുണ്ട്. അപ്പനെയും അമ്മയും പോലെ തന്നെ ഇരിക്കും. ദൈവമക്കളുടെ തനിമ എന്തിനാണ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44 വാക്യങ്ങൾ കൊണ്ട് തിന്മയെ കീഴടക്കണം. തിന്മയ്ക്ക് തിന്മ ഉത്തരവല്ല, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. എവിടെ ദൈവികതയില്ലയോ അവിടെയാണ് ശത്രുത ഉളവാകുന്നത്. അവിടെ ദൈവികത കൊണ്ട് അതിനെ നിറയ്ക്കുമ്പോഴാണ് അതിനെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. ദൈവമക്കൾക്കൊരു സ്വഭാവമുണ്ട്, അത് സമാധാന സംസ്ഥാപനമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ദൈവമക്കൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഒത്തുചേരാം എന്നുള്ള പ്രതീക്ഷയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വചനം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്തായി തീരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. പൂർണ്ണമായ ദൈവദർശനത്തിൻ്റെ ദൈവിക അറിവിൻ്റെ മേഖല അത് മരണത്തിനപ്പുറമാണ്. അതുകൊണ്ട് പൗലോസ്യ പറയും, ഇപ്പോൾ കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായിട്ട് നമ്മൾ കാണുന്നു, അപ്പോഴോ മുഖാമുഖം ദർശിക്കും. ഇപ്പം നമ്മൾ ഭാഗികമായിട്ട് അറിയുന്നു, അപ്പോഴോ ദൈവം നമ്മെ അറിയുന്നത് പോലെ നമുക്ക് അവിടുത്തെ അറിയാൻ കഴിയും. പൂർണ്ണമായ ദൈവിക അറിവിൻ്റെയും ദൈവദർശനത്തിൻ്റെയും മക്കളുടെ പദവിയുടെ പൂർണ്ണത ഈ ലോകത്തിന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ദൈവമക്കൾക്ക് ഒരു കടമയുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, അനുഭവിക്കുന്ന ദൈവപുത്രത്വത്തെ പരമാവധി ആളുകളിലേക്ക് ചൊരിയാൻ. അതാണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത കൽപ്പന, സാർവത്രിക പ്രേക്ഷിത ദൗത്യത്തിനുള്ള കൽപ്പന. തമ്പുരാനെ കൊടുക്കുന്നവരാവാൻ. കൊടുക്കണമെങ്കിൽ എൻ്റെ പക്കൽ ഉണ്ടാവോളം അവിടുത്തെ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ തമ്പുരാനെ ആവോളം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും. ആ അനുഭവത്തെ നമുക്ക് വെച്ച് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അനേകരിലേക്ക് ചൊരിയാൻ, നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ. ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ടൊരിടത്ത് വളരെ ധനികനായൊരു മനുഷ്യൻ താമസിച്ചിരുന്നു. അതിനൊരു ഹോബിയുണ്ട്. അല്ല, ആഴ്ചയിൽ ഒരിക്കൽ വണ്ടി ഓടിച്ച് തെരുവിലേക്ക് ഇറങ്ങും. ഒത്തിരി സ്ട്രീറ്റ് ചിൽഡ്രൻ, ഒരു അലയുന്ന പിള്ളേരുള്ള ഒരു തെരുവാണ്. അതിനകത്ത് 12 പേരെ വണ്ടിയെ കയറ്റും. കൊണ്ടുപോയി കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി അതിന് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പാർക്കിൽ കൊണ്ട് കളിക്കാൻ വിടും. അതെല്ലാം ഓടിച്ചാടി നടന്ന് കളിക്കും. ഉച്ചയാകുമ്പോൾ വിശക്കും, പിന്നെയും തിരിച്ച് വണ്ടിയെ കയറ്റും. ആ പട്ടണത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ ഇറക്കി വിടും. ഇഷ്ടമുള്ളിടത്തോളം കഴിക്കാം. വയറ് നിറഞ്ഞു കഴിയുമ്പം പിന്നീട് ഒരിക്കലും ഈ തെരുവിൽ അലയേണ്ട ഗതികേടില്ലാത്ത പോലെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ അവരെ കൊണ്ടുചെന്നാക്കും. അയാളുടെ ഹോബിയാണ്. പതിവ് പോലെ വണ്ടി ഓടിച്ചിറങ്ങി മിടുക്കുള്ള 12 പിള്ളേർ ചാടി വണ്ടിക്കകത്ത് കയറി. വണ്ടി നിറഞ്ഞു. പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ചേട്ടൻ വണ്ടി അടച്ച് ഡ്രൈവർ സീറ്റിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കണ്ടത്, ഈ വണ്ടി കാത്തു കിടന്നതിൻ്റെ അപ്പുറേ ചപ്പുചവറുകൾ ഇങ്ങനെ കൂന കൂടി കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറേ ഒരു കുഞ്ഞിക്ക പയ്യൻ ഇങ്ങോട്ട് നോക്കി വിതുമ്പി കരയുക. ഈ ചേട്ടൻ അലിവ് തോന്നി. വണ്ടി ഓഫ് ചെയ്തു, താഴെ ഇറങ്ങി. അവരെടുത്ത് ചെയ്യുന്നു, മോനെ കൊച്ചെന്നെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ കരച്ചിലിൻ്റെ ആക്കം കൂട്ടി. ഈ ചേട്ടൻ കുഞ്ഞ് അവൻ്റെ കവളെ തലോട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നേ? അപ്പോൾ കൊച്ചു വിക്കി പറഞ്ഞു, എനിച്ചും പോരണം, അവനും ഈ കൂട്ടത്തിൽ പോകണം. 12 പേർക്ക് സ്ഥലമുള്ളൂ. കയറി ആരും ഇറങ്ങിക്കൊടുക്കുകയാണ്. ഈ ചേട്ടൻ കണ്ടു, പാറി പറന്ന മുടിയാ, ഒട്ടിയ കവിളുകളാ, കുഴിഞ്ഞ കണ്ണുകളാ, മൂക്കള വാരി നിൽക്കുന്ന മൂക്ക, ഉളുമ്പ് നാറുന്ന ശരീരമാണ്.
നിക്കറിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ ഭാഷയിൽ പറഞ്ഞാൽ പുറകിൽ നോക്കിയാൽ പാകിസ്ഥാൻ യുദ്ധത്തിന് പോയ പോലെ ഇരിക്കുന്നത്, മുമ്പിൽ നോക്കിയാൽ പോസ്റ്റ് ഓഫീസ് തുറന്നു കിടക്കുന്നത്. നാമമാത്രമായിട്ട് വസ്ത്രം ധരിച്ച് ദയനീയമായിട്ട് നോക്കി നിൽക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അലിവ് തോന്നി. വാരിയെടുത്തവനെ നെഞ്ചോട് ചേർത്ത് അവൻ്റെ ഒട്ടിയ കവിളുകളിൽ മാറി മാറി ചുംബനം കൊടുത്തു. ഈ കുഞ്ഞ് വാവിട്ട് കരഞ്ഞു. അതിലേറെ ശബ്ദത്തിൽ ഈ മനുഷ്യൻ കരഞ്ഞുപോയി. പിന്നെ എടുത്തുകൊണ്ട് വണ്ടിയെ കയറി ഉളുമ്പ് നാർന്ന് ഈ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. കൊണ്ടുപോയി പതിവ് പോലെ കുളിപ്പിച്ചു, നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പാർക്കിൽ കൊണ്ട് കളിക്കാൻ വിട്ടു. എല്ലാ കുഞ്ഞുങ്ങളും വാനമ്പാടികളെ പോലെ പാറി പറന്ന് നടന്ന് കളിച്ചു. ഈ കൊച്ചൊരു മൂലയ്ക്ക് മാറിയിരുന്നു. ഈ മനുഷ്യനോർത്ത് കുഞ്ഞായത് കൊണ്ടാവാം, കൂട്ടില്ലാത്തത് കൊണ്ടാവാം. ഉച്ചയായപ്പോൾ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി. തിരിച്ച് വണ്ടിയെ കയറ്റി ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറക്കി വിട്ടു. ഇഷ്ടമുള്ളിടത്തോളം വാങ്ങിച്ച് കഴിക്കാം. പട്ടിണി പാവങ്ങളാന്ന് ഓർത്തോണേ 4 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മുടെ കൊച്ചുങ്ങളെ ഇറക്കി വിട്ടേച്ചേ ഇഷ്ടമുള്ളത്തോളം കഴിച്ചോളാൻ പറഞ്ഞാൽ കാണിക്കാൻ പോകുന്ന ആക്രാന്തം എന്നാന്ന് ഈ ഓൾട്ടർ ബോയ്സിനെ കൊണ്ട് ടൂർ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആന കരിമ്പൻ കാട്ടി കയറി പോലെ ഇരിക്കും. ഇവിടെ ആർത്തിയോടെ അതും ഇതൊക്കെ മേടിച്ച് തിന്നാൻ തുടങ്ങി. ഈ കുഞ്ഞൊന്നും ചോദിച്ചില്ല. ഒരു മേശയ്ക്ക് മൂലക്കിരുന്നു. ആരോ പറഞ്ഞ് എന്തോ ഭക്ഷണം അവന് മുമ്പിലും കൊണ്ടുപോയി വെച്ചു. അവൻ അതിലോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ മനുഷ്യനത് ശ്രദ്ധിച്ചു. അത് സാവധാനം എഴുന്നേറ്റ് ഈ കൊച്ചിൻ്റെ അടുത്ത് ചെല്ലുക. അവിടെ തോളെ തട്ടി, മോനെ കൊച്ചേ വിശക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കണ്ടേ? ഈ കൊച്ചു ഞെട്ടി എഴുന്നേറ്റ് ചോദിക്കുന്നൊരു ചോദ്യം ഒരു ഇംഗ്ലീഷ് കഥയാ. മാൻ, ആർ യു ജീസസ്? മനുഷ്യൻ, നിങ്ങൾ ഈശോയാണോ? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് കൊച്ചു കേട്ടിട്ടുള്ളൂ. യേശുവിനെ കുറിച്ചാ ഞാൻ കേട്ടിട്ടുള്ള. ഈശോ ഈ നിൽക്കുന്ന മനുഷ്യനാണോ എന്ന് ഒരു നിമിഷം ഈ പാവം കുഞ്ഞ് സംശയിച്ച് പോവുക. എൻ്റെ സ്നേഹമുള്ളവരെ, വർഷങ്ങളായിട്ട് ഈശോയുടെ സ്വന്തമായിട്ട് നമ്മുടെ കരിസ്മാറ്റിക് റിന്യൂവലിനെ സംബന്ധിച്ച് ഒരു നേതാക്കളായിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ആരെങ്കിലും എന്തെങ്കിലും നമ്മോട് ചോദിച്ചിട്ടുണ്ടോ ഈശോയാണോ? ചോദിക്കണ്ട. ആരെങ്കിലും മനസ്സിൽ ഇതാണോ ഈശോ എന്ന് ഒരു സംശയം തോന്നിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? മറിച്ച് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. ഈ പിശാചിനെ കൊണ്ട് മടുത്തല്ലോ എന്ന് പലരും പലപ്പോഴും ഭാര്യയ്ക്ക് മുമ്പിൽ ഭർത്താവിനും, ഭർത്താവിന് മുമ്പിൽ ഭാര്യയ്ക്കും, മക്കൾക്ക് മുമ്പിൽ മാതാപിതാക്കൾക്കും, മാതാപിതാക്കൾക്ക് മുമ്പിൽ മക്കൾക്കും, മദറിന് മുമ്പിൽ സിസ്റ്റേഴ്സിനും, സിസ്റ്റേഴ്സിന് മുമ്പിൽ മദറിനും ഈശോയുടെ സാന്നിധ്യമാകാൻ കഴിയുമ്പോഴാണ് ഈ ആത്മാവിലുള്ള ജീവിതം എന്നിലും നിങ്ങളിലും പൂർണ്ണമായും അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നത്. അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം, താമരൊളിച്ചനെ ഓർക്കണം, നമ്മുടെ അച്ഛന്മാരെ ഒക്കെ ഓർക്കണം. അതിലുപരി ഞാൻ പടവാസ് സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛനാണ്. 360 കൊച്ചുങ്ങൾ അവിടെ വൈദിക പരിശീലനത്തിലുണ്ട്. 70ഓളം പേര് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അച്ഛനായി കഴിഞ്ഞ് പഠിക്കുന്നത്. അവരെയും പ്രത്യേകം പ്രാർത്ഥന ഓർക്കണേ എന്ന് അപേക്ഷിക്കും. നമുക്ക് ദൈവിക സംസ്കാരം, തമ്പുരാനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന, പ്രകീർത്തിക്കുന്ന ദൈവിക സംസ്കാരം ഈ ലോകത്ത് പടുത്തുയർത്താൻ ഒരു മിന്നാമിനിങ് ആണെങ്കിൽ അത് മതി. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന ജീവിത മേഖലയെ, നമ്മുടെ കുടുംബത്തെ, ഇടവകയെ, സമൂഹത്തെ, തമ്പുരാൻ പരമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ സമൂഹത്തെ അവിടത്തേക്ക് പരമേൽപ്പിക്കാം. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, അരൂപിയാൽ നയിക്കപ്പെടുന്ന, ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ലോകത്തെ വാർത്തെടുക്കാൻ, കുടുംബങ്ങളെ വാർത്തെടുക്കാൻ എന്നെ എളിയ ഉപകരണമാക്കണമേ എന്ന് നമുക്ക് അവിടുത്തെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്നേഹം.